ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ 2 ദിവസം മുമ്പ്, ഒരു ബ്യൂട്ടി മസാജ് ഓയിലിന്റെ. അപ്പോൾ നമുക്ക് ഒത്തിരി ഓർഡർ വന്നു കേട്ടോ. ആ ഒരു 1 ഡേ കൊണ്ട് തന്നെ, നൈറ്റ് ആൻഡ് ഡേ കൊണ്ട് തന്നെ നമുക്ക് 600 ഓർഡർ വന്നു കേട്ടോ. അപ്പം സത്യം പറയാലോ, എന്റെ അടുത്ത് അത്രയും പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായി. പിന്നെ നോക്കുമ്പോൾ ഒരു 100 ഒക്കെ നമുക്ക് അയക്കാൻ പറ്റും, അതിനുള്ളത് എന്റെ അടുത്തുണ്ടായിരുന്നു. അന്ന് ഞാൻ കുറച്ചുണ്ടാക്കിയതും അതിന്റെ തൊട്ട് തലയാഴ്ച ഉണ്ടാക്കിയതും ഒക്കെ കൂടി. പിന്നെ ഞാൻ പെട്ടെന്ന് ഭയങ്കര സ്ട്രെസ് കയറി കേട്ടോ. ഇത്രയും ഓർഡർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല കേട്ടോ. കാരണം ഇത് ഉപയോഗിച്ചവർക്കറിയാം, പിന്നെ അവര് തന്നെ മറ്റുള്ളവരോട് പറയും. അങ്ങനെയാണ് നമുക്ക് ഓർഡർ വരുന്നത് കേട്ടോ. കമന്റ് സെക്ഷനിലൊക്കെ എല്ലാവരും എഴുതിയിട്ടേക്കുന്നുണ്ടല്ലോ ഒത്തിരി നല്ലതാണെന്ന്. അങ്ങനെ അപ്പൊ ഞാൻ പെട്ടെന്ന്, പിന്നെ നമുക്ക് എന്താ മാൻ പവർ ഉണ്ട്, നമുക്ക് ഇന്ന് എത്ര സമയം എടുത്താണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന്റെ റോ മെറ്റീരിയൽസ് വേണം, അതായത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ നേരെ അമ്പലത്തിൽ വിളിച്ചു. അപ്പൊ അവര് ഇന്ന് ഇത് കോക്കനട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൊപ്ര മേടിച്ചിട്ട് വന്നിട്ട് ഇന്ന് തന്നെ ആട്ടി ബാലൻസ് ഇന്ന് നമുക്ക് കുറെ ഉണ്ടാക്കണം. അങ്ങനെയാണ്. അപ്പൊ എനിക്കൊരു 3-4 ദിവസം കൊണ്ട് എനിക്കത് മൊത്തം ഈ 600 ഓർഡർ പിന്നെ വന്നോണ്ടിരിക്കുകയാണ്. അൺലിമിറ്റഡ് ആയിട്ട് ഓർഡർ വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് ബത്തേരി പോകണം. എന്നിട്ട് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് തേങ്ങ ശേഖരിക്കണം, ഉണങ്ങിയ തേങ്ങ. പിന്നെ നമുക്ക് ഫ്ലവർ ഞാൻ ഓൾറെഡി വിളിച്ചു പറഞ്ഞു, റോസാപ്പൂവൊക്കെ അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആട്ടോ. അതുകൊണ്ടാണ് അത് നല്ല, എന്താ പറയാ, അത് നമുക്ക് തേച്ച് കഴിയുമ്പോൾ ഒത്തിരി ഗുണം. നമ്മുടെ മുഖമൊക്കെ നല്ല, സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട്, ഡെഡ് സ്കിന്നൊക്കെ പോയി കുറച്ചൊരു നിറമൊക്കെ വന്ന് നല്ലൊരു ഗ്ലോ ഒക്കെ ആയിട്ട്, ചുളിവൊക്കെ മാറി, അങ്ങനെ പിഗ്മെന്റേഷൻ ഒക്കെ കുറയുന്നത് നമ്മൾ ചേർക്കുന്ന അത്രയും നല്ല ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ടാണ് അതിന് അത്രയും ഗുണം കിട്ടുന്നത്. അതും എല്ലാം നല്ല അളവിൽ തന്നെ, ഒപ്പിച്ചിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ശുദ്ധമായ വെളിച്ചെണ്ണയും അതുപോലെ റോസാപ്പൂക്കളും അതുപോലെ തന്നെ ആയുർവേദ മരുന്നുകളും എല്ലാം ചേർത്തിട്ടാണ് നമ്മളത് റെഡിയാക്കുന്നത്. ഞാൻ അതിന്റെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടായിരുന്നല്ലോ. ഞാൻ ഈ സൈഡിൽ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ഇന്ന് രാവിലെ അത്യാവശ്യം കൊറിയർ പാക്ക് ചെയ്ത് വിടാനുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് വൈകുന്നേരം വന്നിട്ട് നമുക്കതെല്ലാം ഇന്ന് മാക്സിമം പറ്റുന്ന അത്രയും നമുക്ക് റെഡിയാക്കണം. അങ്ങനെയാണ്. ഒരു 10 ലിറ്ററിലൊക്കെ ഞാൻ ഇന്ന് റെഡിയാക്കാനാണ് എന്റെ ഒരു പ്ലാന്. പിന്നെ ബാക്കി നാളെ കഴിഞ്ഞ് അങ്ങനെ നമ്മളത് മുഴുവനും ക്യാരി ഔട്ട് ചെയ്യും, നമുക്ക് വന്നേക്കുന്ന ഓർഡറുകളൊക്കെ. പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കൊടുത്തു തീർക്കും. അങ്ങനെയാണ്. അപ്പം ഇന്ന് നമുക്ക് ഇത്രയും ഓർഡർ വന്നിട്ടുണ്ട്, അത് ചെയ്യണം. പിന്നെ ഇത് കണ്ടോ, ഇത് ഒരാള് അയച്ചേക്കുന്നതാണ്, വലിയ ഓർഡറാണ് കേട്ടോ. നമുക്ക് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു കസ്റ്റമറാണ്. നമ്മളുടെ ഒത്തിരി സാധനങ്ങൾ വന്നിട്ടുണ്ട്. അത് ഞാൻ പേപ്പറിൽ എഴുതിയതാണ്. ഞാൻ നമ്മുടെ അടുത്ത് എടുത്തിട്ട് നമ്മൾ നേരെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആദ്യം പാക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളതെല്ലാം പാക്ക് ചെയ്ത് നമുക്ക് കൊടുത്തു വിടണം കൊറിയറിലേക്ക്. കുറെ പോസ്റ്റ് ഓഫീസിൽ കൊടുത്തു വിടാനുണ്ട്. അപ്പൊ അതും കൊടുത്തു വിടണം. എന്നിട്ട് വേണം നമുക്ക് ഷോപ്പിങ്ങിന് പോകാൻ. അപ്പൊ രാവിലെ എണീറ്റിട്ട് ഞാൻ കുറെ ജോലികൾ ഓടി നടന്ന് ചെയ്തു കേട്ടോ. ഇച്ചിരി നേരത്തെ എണീറ്റു. നമുക്കിവിടെ മുറ്റത്തൊക്കെ ചുറ്റും നമ്മുടെ പറമ്പിലൊക്കെ കുറെ മുളയുണ്ട്, മുള്ളില്ലാത്തത്. നല്ല തണുപ്പും കിട്ടും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ മുളങ്കാട്. അപ്പൊ അതിനു വേണ്ടി കുറെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെനിക്ക് ഇഷ്ടം. അപ്പൊ പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ കുറെ ചപ്പുകൾ വീണ് നമ്മുടെ ഇങ്ങനെ മുറ്റത്തിന്റെ സൈഡുകളൊക്കെ കുറെ ഇങ്ങനെ സൈഡ് മുറ്റമൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടപ്പുണ്ടാവും. അപ്പൊ 2 ദിവസം കൂടുമ്പോൾ നമ്മളത് അടിച്ചു വരില്ലെങ്കിൽ വൃത്തികേടാ. എല്ലാ ദിവസവും അടിച്ചു വരുവാണെങ്കിൽ ഏറ്റവും വൃത്തിയായിട്ട് നമ്മുടെ മുറ്റവും പരിസരവും കിടക്കും. എല്ലാ ദിവസവും അടിച്ചു വരണമെന്നാണ് എന്റെ ആഗ്രഹം, പക്ഷെ അത് നടക്കാറില്ല. അങ്ങനെ അപ്പൊ ഞാൻ രാവിലെ എണീറ്റിട്ട് ഇപ്പൊ 2 ദിവസം അടിച്ചു വരിട്ടെ. അപ്പൊ ഓടി നടന്നു അതെല്ലാം അടിച്ചു വാരി, പെറ്റ്സിനൊക്കെ ഫുഡ് കൊടുത്തു. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ രാവിലെ കുക്കിങ്ങിന് കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പൊ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതില് ചീസൊക്കെ വെച്ചിട്ട് ഒരു എഗ്ഗ് ബോയിൽ ചെയ്തത് അതൊക്കെ വെച്ചിട്ട് ഒപ്പിച്ച് കഴിച്ചു കേട്ടോ. ഭക്ഷണം അങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മള് പുറത്ത് പോകുമ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കാം. അങ്ങനെയാണ് നമ്മളെ അമ്മമാരങ്ങനെയല്ലേ, ഒപ്പിച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊഞ്ചി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങ് പൊയ്ക്കോളും. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ നേരം അച്ഛനെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, എന്ത് കൊടുത്താലും കഴിക്കും. വിഷമം ഉണ്ടാവും, എന്നാലും അങ്ങനെ നമ്മളോട് വഴക്കൂടാനോ ബഹളം വെക്കാനൊന്നും വരത്തില്ല. പിന്നത്തെ നേരം അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് ഓർത്ത് അങ്ങനെയുള്ളൊരു ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ട് സമാധാനമുണ്ട്. എങ്ങനെയാണ്. അപ്പം ഇനിയിപ്പോ പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമുക്കതെല്ലാം ഇപ്പൊ ഇത് പാക്ക് ചെയ്യാം കുറച്ച്, എന്നിട്ട് കൊടുത്തു വിട്ട് കഴിഞ്ഞിട്ട് നേരെ ഷോപ്പിങ്ങിന് പോവാം. എല്ലാ സാധനം നമ്മുടെ കോക്കനട്ട് കളക്ട് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവർ കളക്ട് ചെയ്യണം. പിന്നെ കുറച്ച് കിച്ചൺ സാധനങ്ങൾ എനിക്ക് മേടിക്കാനുണ്ട്, അതൊക്കെ മേടിക്കണം, വരണം. പിന്നെ ഒരു 8 മണി 8:30 മുതൽ ഞാൻ എന്റെ പ്രിപ്പറേഷൻ തുടങ്ങും, കുളിയൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഒരു 1:30 വരെ അതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ നാളെ ലേബലൊക്കെ ഒട്ടിച്ച് അങ്ങനെ നാളെ കഴിഞ്ഞ് എനിക്ക് അടുത്ത ബാച്ച് അയക്കാൻ പറ്റും. അങ്ങനെയാണ്. ഇത് മാത്രമല്ല, നമുക്ക് വേറെ കുറേ പ്രൊഡക്റ്റുകളുണ്ട്. എസ്പെഷ്യലി ലിപ്പാമും, പിന്നെ പ്ലെയിൻ ലിപ്പാമും ഉണ്ട്, പിങ്ക് ലിപ്പാമും ഉണ്ട്. ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന പിങ്ക് ലിപ്പാം കേട്ടോ. ചുണ്ട് അടിപൊളിയായിട്ടിരിക്കും കൂട്ടുകാർ, അത് എന്തായാലും മേടിക്കണം. അപ്പൊ നമ്മൾ അതിന്റെ ലിപ്സ്റ്റിക്കിന്റെ ബോട്ടിലിൽ നിന്ന് മാറ്റി, അത് കുറെ ബുദ്ധിമുട്ടാണ് എല്ലാവരും പറഞ്ഞുകൊണ്ട് നമ്മൾ ബോട്ടിലൊക്കെ ചേഞ്ച് ചെയ്ത് അടിപൊളിയായിട്ട് കൂടുതൽ പിങ്കിഷ് കളറിൽ അടിപൊളിയായിട്ട്. അതിൽ നമ്മൾ ബീറ്റ്റൂട്ട് ചേർക്കുന്നുണ്ട്, കോക്കനട്ട് ഓയിൽ ചേർക്കുന്നുണ്ട്, വിവാക്സ് ആണ്, നാച്ചുറൽ വിവാക്സ് ആണ്. പിന്നെ അതിൽ എസൻഷ്യൽ ഓയിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുണ്ട് അടിപൊളിയായിട്ടിരിക്കും, പൊട്ടേയില്ല. ഇങ്ങനെ ഈ ചാപ്പിടിൽ ഇപ്പൊ കാണുന്നവർക്കും ഒരു രസമില്ല. പിന്നെ നമ്മളിപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നമ്മുടെ ചുണ്ടൊക്കെ നല്ല പ്ലം ആയിട്ടിരിക്കും. അതല്ലേ നമുക്ക് ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡിന്റെ ആണെങ്കിലും കൊള്ളാം, വൈഫിന്റെ ആണെങ്കിലും കൊള്ളാം. അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ നമുക്ക് കാണാൻ നല്ല വൃത്തിയും ഭംഗിയൊക്കെ നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്നത്. അതുപോലെ കാണുന്ന
കാണുമ്പോഴാണെങ്കിലും മറ്റുള്ളവരെ കാണുമ്പോഴാണെങ്കിലും പൊട്ടിപ്പറഞ്ഞ് ചുണ്ട് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു വിഷമം അല്ലെ. എനിക്കിങ്ങനെ പുറമേയൊക്കെ പോകുമ്പോൾ ചിലർ ചുണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിയിരിക്കണത് എനിക്ക് പറയാൻ തോന്നും കേട്ടോ നിങ്ങളുടെ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും, അതുകൊണ്ട് ഞാൻ പറയില്ല. എന്നാലും പറയാം, നിങ്ങളുടെ ചുണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിയിരിക്കുന്നു, ലിപ് ബാം യൂസ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന്. അറ്റ്ലീസ്റ്റ് നമ്മൾ അങ്ങനെ വെളിച്ചിട്ടെങ്കിലും തേക്കണം അല്ലെ. ഇല്ലെങ്കിൽ ഈ ലിപ് ബാം അടിപൊളി വിവാക്സ് ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ചുണ്ടുപൊട്ടൽ മാറും. അപ്പൊ ഞാനിപ്പോ പുതിയ രീതിയിൽ പുതിയ കണ്ടെയ്നറിൽ റെഡി ആക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട്. അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യുമ്പം പിന്നെ ഞാൻ അതിന്റെ വീഡിയോയും കൂടി ചേർക്കാട്ടോ പുറത്തുനിന്ന് എടുത്തിട്ട്. പിന്നെ എനിക്കതും ഏകദേശം തീരാനായിട്ടുണ്ട്. അപ്പൊ അതും എനിക്ക് ഇന്ന് പ്ലാൻ ഉണ്ട്, ഇന്ന് നാളെയൊക്കെ ആയിട്ട് അതും ചെയ്യാനുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് റെഡിയാക്കണം. പിന്നെ ബാക്കിയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ദൈവം സഹായിച്ച് 10% ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്നുണ്ട്. എസ്പെഷ്യലി ബോഡി മോയ്സ്ചറൊക്കെ നമുക്ക് ഒത്തിരി മൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ബോഡി മോയ്സ്ചർ. അടിപൊളിയല്ലേ ബോഡി മോയ്സ്ചർ? നിങ്ങൾ മേടിച്ചവർക്കൊക്കെ അറിയാലോ, സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, എന്നാൽ ഒരു ബാഡ് സ്മെല്ല് ഒന്നുമില്ല. അതും വിവാക്സും കോക്കനട്ട് ഓയിലുമാണ്, അടിപൊളിയാണ്. ഒന്നിലും നമ്മൾ കെമിക്കൽ ചേർക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്ലസ് പോയിന്റ്. വെജിറ്റബിൾ ഗ്ലിസറിൻ അത് ചേർക്കുന്നുണ്ട്, അത് ഒത്തിരി നല്ലതാണ് വെജിറ്റബിൾ ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന്. അപ്പം എല്ലാം എന്താ പറയാ പക്ക പിന്നെ കെമിക്കൽ ഫ്രീ ആയിട്ട് നമ്മൾ റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടെൻഷനും ഇല്ല, കൊടുക്കാനും ഉപയോഗിക്കുന്നവർക്കും ടെൻഷനില്ല, നമുക്കൊന്നും പേടിക്കണ്ട. നമ്മുടെ സ്കിന്നിന് നല്ലത്, ഹെൽത്തിന് നല്ലത്, ആ രീതിയിലിരിക്കും. അങ്ങനെയാണ്. പിന്നെ നമുക്ക് വേറെ കുറെ പ്രോഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. കസ്തൂരി മഞ്ഞളുണ്ട്, ഫേസ് പാക്ക് ഉണ്ട്, അതൊക്കെ നമുക്ക് എക്സ്ട്രാ കെയർ ചെയ്യാൻ അങ്ങനത്തെ മേടിക്കാം കേട്ടോ. ഒറിജിനൽ കസ്തൂരി മഞ്ഞളൊക്കെ ആദ്യമായിട്ട് ഉപയോഗിച്ച് പിന്നെ പരിചയമുള്ള കുറെ പേര് എനിക്ക് മെസ്സേജ് വിടാറുണ്ട് കേട്ടോ. ആ മെസ്സേജിന്റെ കാര്യം പറഞ്ഞപ്പോഴാ 1-2 വോയിസ് ഞാൻ കേൾപ്പിക്കാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഫ്ലവറിന്റെ വീഡിയോ ഇട്ടപ്പോ കുറെ പേര് എനിക്ക് യൂട്യൂബിലെ കമന്റ് സെക്ഷനിൽ വീഡിയോ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിനെ കണ്ടാൽ മോനായിട്ടേ തോന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് എനിക്ക് ചെയ്യുന്നിട്ട് വയ്യായിരുന്നു. ഇത് ഞാൻ കുറെ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള കേട്ടോ. ഫ്ലവർ മേടിക്കാൻ നിന്നത് ഹസ്ബൻഡാന്ന് ഓർത്ത് കുറെ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനായിട്ടേ തോന്നുള്ളൂ, ഹസ്ബൻഡിനെ കണ്ടാന്ന് പറഞ്ഞാൽ അത് ഹസ്ബൻഡ് അല്ലാതെ എന്റെ മോനാണ്. അതുപോലെ നമ്മുടെ വാട്സപ്പിലും കുറെ മെസ്സേജ് അത് പ്രമാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വോയിസ് ഞാൻ കേൾപ്പിക്കാം കേട്ടോ, കേട്ട് നോക്കൂ. അതിനു മുമ്പ് നമ്മുടെ ഈ കസ്റ്റമർ പിന്നെ ഫേസ് മസാജിനെ കുറിച്ച് പറയുന്ന ഒരു ഇത് ഞാൻ കേൾപ്പിക്കാം കേട്ടോ. ഈ പുള്ളിക്കാരി ആദ്യമായിട്ട് എന്നോട് മീൻസ് ചാറ്റ് ചെയ്ത് പരിചയപ്പെടുന്ന കേട്ടോ. അപ്പൊ പുള്ളിക്കാരി എന്നോട് പറഞ്ഞപ്പോ ഞാൻ പുള്ളിക്കാരിന്റെ നമുക്ക് അങ്ങനെ ഏജ് ഒന്നും ചോദിക്കുന്നത് ശരിയല്ല, എന്നാൽ പോലും ഞാൻ ആ പുള്ളിക്കാരിയുടെ ഏജ് ചോദിച്ചു കേട്ടോ. കേട്ടപ്പോ ഞാനും ഞെട്ടിപ്പോയി. പുള്ളിക്കാരിന്റെ ഫോട്ടോ വിട്ടു കേട്ടോ. അപ്പൊ നോക്കുമ്പോ ശരിയാണ്, നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു, നല്ല ക്ലാസ്സിൽ റെഡി ആയിട്ടിരിക്കുന്നു. 19 വയസ്സുണ്ട്, പക്ഷെ അടിപൊളിയായിട്ടിരിക്കുന്നു. പുള്ളിക്കാരി പറയുന്ന മസാജിന്റെ ഗുണങ്ങളെ കുറിച്ച് ആ വോയിസ് ഞാൻ ആദ്യം കേൾപ്പിക്കാം. എന്റെ കയ്യിലുണ്ട് കസ്തൂരി മഞ്ഞൾ. ബിന്ദുവിന്റെ ഞാൻ പണ്ട് കസ്തൂരി മഞ്ഞൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ മുഖം മസാജ് ചെയ്യും. അപ്പൊ എന്റെ മുഖത്തും ചുളിവ് കാര്യങ്ങളൊന്നുമില്ല. മസാജ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു വ്യത്യാസം. പക്ഷെ അത് ആർക്കും അറിയത്തില്ല ഈ മസാജ് കൊണ്ട് ഇത്രയും വ്യത്യാസം വരുമെന്ന്. അത് അനുഭവം വന്നിട്ടുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ. അതാണ്, മസാജ് കൊണ്ട് ഇത്രയും ഗുണമുണ്ടെന്ന് ആർക്കും അറിയത്തില്ല, അത് അനുഭവം ഉള്ളവർക്ക് തന്നെ മനസ്സിലാവുള്ളൂ എന്ന്. പുള്ളിക്കാരി ബ്യൂട്ടി പാർലർ നടത്തുവാണ്. അപ്പം അങ്ങനെയുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ. നമുക്ക് ഒത്തിരി ഏജ് തോന്നണത് നമ്മുടെ സ്കിന്നെല്ലാം സാഗായി ഭയങ്കരമായിട്ട് ഇരട്ടത്താടി ഇവിടെ ഇങ്ങനെ ലെയർ അടിച്ച്, പിന്നെ ഇവിടുത്തെ ഈ ഒരു ജോ ലൈനിന്റെ ഈ ഒരു ഇങ്ങനെ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ലൈൻ കാണാത്തപ്പം ഇവിടെ എല്ലാം കൂടി ഫാറ്റ് അടിഞ്ഞ് ഒരുമാതിരി വെള്ളം കെട്ടിയ പോലെ, ആ കൂടെ ഈ ആടിന്റെ ഒക്കെ ചെവി പോലെ ഇങ്ങനെ തൂങ്ങി സ്കിന്നൊക്കെ തൂങ്ങി അങ്ങനെ നമുക്ക് ഒത്തിരി ഏജ് കൂടുതൽ ഫീൽ ചെയ്യും. അതില്ലാതിരിക്കണമെങ്കിൽ നമുക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി. നമുക്ക് ഈ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന കുറേ സിസ്റ്റം ഉണ്ട് നമ്മുടെ ശരീരത്ത്. അപ്പം അതിലെ ഒരു സിസ്റ്റമാണ് ലിംഫാറ്റിക് ഫ്ലൂയിഡ് ഒഴുകുന്ന ലിംഫാറ്റിക് സിസ്റ്റം. അപ്പം അത് ലിംഫാറ്റിക് ഫ്ലൂയിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ശരീരത്തിൽ നിന്നുള്ള ഈ എന്താ പറയാ വേണ്ടാത്തതൊക്കെ അബ്സോർവ് ചെയ്തിട്ട് നമ്മുടെ ചീത്ത രക്തത്തിന്റെ കൂടെ കലർത്തി ശുദ്ധമാക്കി അങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു സിസ്റ്റമാണ്. വേണ്ടാത്തൊക്കെ പെറുക്കിയെടുക്കുക. അതായത് ഇപ്പൊ പൊട്ടും പൊടിയൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ചു വാരി കൊണ്ടുപോകുന്ന അങ്ങനെ പറയാം. അങ്ങനെയുള്ളത് അതൊരു ഫ്ലൂയിഡാണ് നമ്മുടെ ശരീരത്തിലുള്ള ലിംഫ് എന്ന് പറയുന്നത്. അപ്പൊ ആ ലിംഫാറ്റിക് സിസ്റ്റം ഇങ്ങനെ കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെല്ലുകൾക്ക് അത് സ്ട്രെസ് ആവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കിന്നും ആ പ്രദേശമൊക്കെ ഇങ്ങനെ സാഗായി നമുക്ക് ഭയങ്കര ഏജ് കൂടുതൽ തോന്നും. അങ്ങനെയാണ്. അപ്പൊ ലിംഫാറ്റിക് ഫ്ലൂയിഡ് നന്നായിട്ട് ഒഴുകണം ശരീരത്തിൽ എവിടെയാണെങ്കിലും. ചില സമയത്ത് നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നീര് വെച്ചയോ ഇതെന്ത് പറ്റി കഴിക്കില്ലേ അങ്ങനെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ നന്നായി ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ തന്നെ പൊസിഷൻ വെക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തല കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് കിടന്ന് ഉറങ്ങുമ്പോഴായിരിക്കും കുറേ നേരം ഒരു പൊസിഷൻ വെച്ചാൽ ഇവിടെ ഇങ്ങനെ നീര് വെക്കുന്ന കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഭയങ്കര കട്ട് കഴിച്ചിലൊക്കെ ആയിട്ട്. അതൊക്കെ ലിംഫാറ്റിക് അങ്ങനെ ഫ്ലൂയിഡിന്റെ ഫ്ലോ നടക്കാതെ അങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ മുഖത്ത് ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട ലിംഫാറ്റിക് വെസലുകൾ പോകുന്നുണ്ട്. അപ്പം ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. അതാണ് പുള്ളിക്കാരിയും പറയുന്നത്.
അതുകൊണ്ട് ഞാൻ മസാജ് മുടക്കത്തില്ല. പിന്നെ ഞാൻ വലിയ മേക്കപ്പിന്റെ ആളൊന്നുമല്ല, ഞാൻ ബ്യൂട്ടീഷ്യനാണ്, പക്ഷെ ഞാൻ മേക്കപ്പ് ഒന്നും ഇടാറില്ല. ഞാൻ സൺസ്ക്രീൻ മസ്റ്റ് എനിക്ക്, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകള്, ഇതൊക്കെയാണ് എനിക്ക് മുഖത്ത് നല്ല ഗ്ലോ ഒക്കെ ഉണ്ട്. പക്ഷെ എന്റെ ഏജ് ഒന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ബിന്ദുവിന് ശരിക്കും എത്ര വയസ്സുണ്ട് അറിയാൻ വേണ്ടിയാട്ടോ, വേറെ ഒന്നിനും വേണ്ടിയല്ല. പുള്ളിക്കാരി ചോദിച്ചേട്ടാ, അപ്പൊ പുള്ളിക്കാരിക്ക് നല്ല ഏജ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ എനിക്കൊരാകാംക്ഷ കേട്ടോ, DP നോക്കുമ്പോ DP ഇട്ടിട്ടില്ല. അപ്പൊ എനിക്കൊരാകാംക്ഷ. ഞാൻ ചോദിച്ചു എത്ര ഏജ് ഉണ്ട്. അപ്പൊ പുള്ളിക്കാരി എനിക്ക് ഫോട്ടോ അയച്ചു തന്നു കേട്ടോ. പുള്ളിക്കാരിന്റെ ഏജ് 54 പറഞ്ഞു. സത്യം പറയാലോ അതിന്റെ പകുതി പോലും തോന്നത്തില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പം എനിക്ക് തോന്നിട്ടോ, ഓൾറെഡി ബ്യൂട്ടീഷ്യനാണ്, അവർ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യും ബോഡിയും ഹെൽത്തും ഒക്കെ. ആ കൂടെ അവര് നന്നായിട്ട് മസാജ് ചെയ്യും, എവറി ഡേ മസാജ് ചെയ്യും എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ അപ്പൊ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് എന്തെങ്കിലും ഒരു ക്രീമോ ലോഷനോ ഉപയോഗിച്ച് മാത്രമേ മസാജ് ചെയ്യാവുള്ളൂ, നിർബന്ധമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്കിന്നിനും ആ സെല്ലുകൾക്കൊക്കെ കൂടുതൽ പ്രഷർ ആയിട്ടുണ്ടെങ്കിൽ അത് തന്നെ സാകാവാനൊരു കാരണവും. വലിച്ചു പറിച്ച് അങ്ങനെ മസാജ് ചെയ്യരുത്. എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു പുള്ളിക്കാരി സ്ഥിരമായിട്ട് മസാജ് ചെയ്യും, പക്ഷെ ഭയങ്കര ഫോഴ്സ്ഫുള്ളി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി അത്രയും ഫോഴ്സ് ചെയ്യരുതെന്ന്. പുള്ളിക്കാരിന്റെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് സാകായി, പ്രശ്നമായി. അതുകൊണ്ടാണോ എന്ന് എന്നോട് ചോദിച്ചു. പുള്ളിക്കാരി 58 വയസ്സുണ്ട്. ഞാൻ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ടാവാം. ഒരു കാരണം ഓവർ പ്രഷർ കൊടുത്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. നമ്മള് കയ്യും കാലും ഒക്കെ തിരുമല്ലേന്ദ്രത്തിൽ കൊണ്ടുപോയി തിരുമാൻ കൊടുത്ത പോലെ ആയിപ്പോയി പുള്ളിക്കാരി ചെയ്തേ. ആ രീതിയെ പറയാനായിട്ടിട്ട് അങ്ങനെ നമ്മൾ ചെയ്യാനേ പാടില്ല. ഒരു സോഫ്റ്റ് പ്രഷറേ കൊടുക്കാവുള്ളൂ. പക്ഷെ എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ ഓയിലോ മുഖത്ത് തേച്ചിട്ട് മാത്രമേ മസാജ് ചെയ്യാവുള്ളൂ. അപ്പൊ ആ മസാജിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്യൂട്ടി ഓയിൽ ബെസ്റ്റ് ആണ് കൂട്ടുകാരെ. കാരണം അതിൽ അത്രയും നല്ല ഗുണങ്ങളുള്ള സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്ന് ഡേ ബൈ ഡേ യങ്ങായിട്ട് ഗ്ലോ ആയിട്ട് അടിപൊളിയായിട്ടിരിക്കും. നമ്മളിപ്പം ഓവർ മേക്കപ്പ് ഇടാതെ നടക്കാൻ പറ്റിയാൽ തന്നെ വലിയ കാര്യമില്ലേ. ഞാൻ സത്യം പറയാലോ, പണ്ടൊക്കെ ഞാൻ കുറേ മേക്കപ്പ് വാരി വലിച്ച് മുഖത്തിടുമായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് തന്നെ. പിന്നെ എനിക്ക് മനസ്സിലായി അത് തന്നെ നമ്മുടെ സ്കിന്നിനെ നശിപ്പിക്കും. സൺസ്ക്രീൻ ജെല്ല് തേക്കുക, പിന്നെ വേണമെങ്കിൽ റോസ് പൗഡർ ഇടുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഞാനൊക്കെ ഇപ്പൊ അങ്ങനെയാ ചെയ്യുന്നത്, അത് മാത്രമേ ചെയ്തുള്ളൂ. ഈ ബ്ലഷ് പിന്നെന്താ കുറേ സാധനങ്ങൾ മേക്കപ്പിന് എടുക്കുമല്ലോ, അതെല്ലാം ഞാൻ റിമൂവ് ആക്കി, ചെയ്യാതെയാക്കി. കാരണം നമ്മള് ഇങ്ങനെ നല്ല രാത്രി കിടക്കുമ്പോൾ നമ്മുടെ ബോഡി മോയ്സ്ചർ മുഖത്ത് തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങും. പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മുടെ മുഖം നല്ല തുടുത്ത് നല്ല വൃത്തിയായിട്ടിരുന്നോളൂ. കുറച്ച് നാൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ടൈം കിട്ടുമ്പോൾ ഒക്കെ ബ്യൂട്ടി ഓയിലും കൊണ്ട് മസാജ് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുഖം കുറച്ച് ഗ്ലോ ആയിട്ട് യങ്ങായിട്ട് ഇരുന്നോളും. പിന്നെ അതിന്റെ പുറത്ത് ഓവർ പ്രശ്നങ്ങൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ക്രീം വാരി പൊത്തി നമ്മുടെ ചുക്കുചുളവും മറക്കേണ്ട കാര്യമോ, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ പോസ് ഉണ്ടാവുമല്ലോ, അത് മറക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ തന്നെ ഫേസ് വാഷ് പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സ്ക്രബിങ് എഫക്ട് ഉണ്ട്. അപ്പൊ നമ്മുടെ ഡെസ്കിനൊക്കെ പോയിട്ട് കുണ്ടുകുഴിയൊക്കെ നകന്ന് വന്നോളും കുറച്ച്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡും പ്രധാനമാട്ടോ. കുറച്ച് ഗീ ഒക്കെ കഴിക്കണം, മില്ലറ്റ്സ് ഒക്കെ കഴിക്കണം, വെജിറ്റബിൾ ഫ്രൂട്ട്സ്, വെള്ളം കുടിക്കണം നന്നായിട്ട്. അങ്ങനെയൊക്കെ മനസ്സൊക്കെ നല്ല ശാന്തമായിട്ട് സമാധാനമായിട്ട് വെക്കണം. അങ്ങനത്തെ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുമ്പോൾ അടിപൊളിയായിട്ടിരുന്നോളൂ നമ്മുടെ മുഖം. അപ്പൊ നമുക്ക് ഒത്തിരി മേക്കപ്പ് പ്രോഡക്റ്റുകൾ, ഇങ്ങനെ കെമിക്കലല്ലേ മേക്കപ്പ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതെല്ലാം ഡെയിലി മുഖത്തോട്ട് ഈ സുഷിരങ്ങളെല്ലാം അടച്ച് വെച്ച് അങ്ങനെ മേക്കപ്പ് ചെയ്ത് പിന്നെ വന്ന് കഴുകിക്കളഞ്ഞ് അത് കഴുകാൻ വേണ്ടി കുറെ സോപ്പ് പൗഡറും അങ്ങനത്തെയൊക്കെ ഉപയോഗിച്ച് അങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്താൽ മതി എന്നാ എന്റെ അഭിപ്രായം. സൺസ്ക്രീൻ ജെല്ല് തേക്കുക, അത് തന്നെ ഒരു ഗ്ലോ കൊണ്ടുവരും. പിന്നെ അതിന്റെ മുകളിൽ ഒരു റോസ് പൗഡർ ഒക്കെ ഇട്ടാൽ മതി. അങ്ങനെ എന്തെങ്കിലും പൗഡറോ റോസ് പൗഡറോ ഇടുക. അങ്ങനെ ഇട്ടാൽ തന്നെ നമ്മൾ മിടിക്കായിട്ടിരുന്നോളും പുറമെ പോകുമ്പോ. പിന്നെ ഒരു ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ് ബാം ഇട്ട് നോക്ക്, ഭയങ്കര ചേഞ്ചാ. കണ്ണു എഴുതി പൊട്ടുന്നു വിട്ട് പിന്നെ മസ്കാരയൊക്കെ കണ്ണിലിട്ട് ഇങ്ങനെ പീലിക്കിട്ടുന്ന സാധനമില്ലേ, മസ്കാരയൊക്കെ ഇട്ട് പിന്നെ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് കഴിഞ്ഞിട്ട് അടിപൊളിയാവും. ആ ലിപ്സ്റ്റിക്കിന് പകരമാണ് നമ്മുടെ ലിപ് ബാം, പിങ്ക് ലിപ് ബാം ഞാൻ ഉപയോഗിക്കുന്നത്. അത് നിങ്ങളൊന്ന് മേടിച്ചു നോക്കൂ. ഇപ്പൊ ഞാൻ പുതിയ കണ്ടെയ്നറിൽ പുതിയ രീതിക്ക് റെഡി ആക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അപ്പൊ ഇതാണ് ഈ നാച്ചുറലാ. ഇനിയിപ്പോ നമ്മള് ചുണ്ടൊന്ന് കടിച്ചു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചു, ആ കൂടെ ഇതൊന്ന് ഉള്ളിൽ പോയി എന്ന് വെച്ചാൽ നമ്മൾ തേക്കുന്ന ലിപ് ബാം നോ പ്രോബ്ലം. കാരണം ഇത് വിവാക്സ് ആണ്, ബീട്രൂട്ട് ആണ്, കോക്കനട്ട് ഓയിൽ ആണ്, എസെൻഷ്യൽ ഓയിൽ ആണ്, പിന്നെ എഡിബിൾ കളർ വളരെ കുറച്ച് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പൊ അത്രയാകുമ്പോൾ അത് ഒന്നും ഉള്ളിൽ പോയാൽ കുഴപ്പമുള്ളതല്ല. പിന്നെ ഇത് പിള്ളേർക്ക് ഉപയോഗിക്കാമെന്ന് കുറെ പേര് ചോദിച്ചു. തീരെ ഇമ്പ്രിക്ക പൊടി കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കേണ്ട, അതിന്റെ ലിപ് ബാമിന്റെ ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമില്ല. നമ്മുടെ ബ്രസ്റ്റ് മിൽക്കും കൊണ്ട് തന്നെ അവരുടെ ചുണ്ട് സോഫ്റ്റ് ആയിക്കോളും. അങ്ങനെ ഇപ്പൊ ഒരു 3 വയസ്സ് 4 വയസ്സുള്ള പിള്ളേർക്ക് നമുക്ക് ചുണ്ട് പൊട്ടുവാണ്, നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ നോ പ്രോബ്ലം. അങ്ങനെയാണ്, അത്രയും കെമിക്കൽ ഫ്രീ ആണ് ഇത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും കഴിക്കുമ്പോ ഒന്ന് ചുണ്ട് കഴുകാൻ വിട്ടുപോയി, നോ പ്രോബ്ലം. അങ്ങനെയാണ്, ഇതിന് കുഴപ്പമൊന്നും വരത്തില്ല, കെമിക്കൽ ഫ്രീ ആണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും മേടിച്ചോളൂ. ആണുങ്ങൾക്കും തേക്കാം പെണ്ണുങ്ങൾക്കും തേക്കാം, ഒരു കുഴപ്പമില്ല. പ്ലെയിനും ഉണ്ട്, ഈ പിങ്ക് കളറിന്റെ ഈ ലിപ് ബാമും ഉണ്ട് കേട്ടോ, ബീട്രൂട്ട് ചേർത്തിട്ട്. അങ്ങനെ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്.
ഇനി വേറെ ഒരു വോയിസും കൂടി കേൾപ്പിക്കട്ടെ. അത് കേട്ടപ്പോ എനിക്ക് ശരി വന്നു, നിങ്ങളെയും കൂടി കേൾപ്പിക്കാൻ ഓർത്തു. ബിന്ദു, ഒന്നും പറയാനില്ല, എല്ലാം നല്ല ഐറ്റംസ്. ആ ചോപ്പറാണ് ഏറ്റവും, ഞാനിത് തേടി നടക്കുവായിരുന്നടാ. ഇഷ്ടപ്പെട്ട എല്ലാ ഐറ്റംസും കൊള്ളാം കേട്ടാ. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ട്, വളരെ യൂസ്ഫുൾ. ഇത് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് മേടിച്ചവര് പറഞ്ഞാണ് എല്ലാ യൂസ്ഫുൾ ഐറ്റംസ് ആണ്. ഈ പൊട്ടാറ്റോ ചോപ്പർ ചെയ്യുന്ന സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി വേറെ ഒരു വോയിസ് കേൾപ്പിക്കാട്ടോ. ഇന്നലെ വന്നാണ് ഈ വോയിസ് ഒക്കെ. ഹലോ ബിന്ദു, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഇപ്പോഴാണ് വീഡിയോ കണ്ടത്. നല്ല രസമുണ്ടാവും, അഭിപ്രായം പറയാൻ. പൂക്കളൊക്കെ കളർഫുള്ള് റോസൊക്കെ ആയിട്ടുള്ള വീഡിയോ അല്ലേ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള. അത് ഇപ്പോഴാണ് കണ്ടത്. അപ്പൊ കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി. നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ട് ബിന്ദുവിന്റെ. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു എന്താ എവിടുന്ന ഈ ഇത്രയും സന്തോഷപരമായിട്ടുള്ള ഒരു മുഖഭാവം എപ്പോഴും. അതൊരു ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും ആൾക്കാരെ. പുള്ളിക്കാരൻ പറഞ്ഞോണ്ട് എനിക്ക് പുള്ളിക്കാരൻ അറിയില്ല, ആദ്യമായിട്ട് മെസ്സേജ് വിട്ടാണ്. നമ്മുടെ വ്ലോഗ് കണ്ടു കഴിഞ്ഞപ്പോൾ അഭിപ്രായം പറയാന്നോർത്ത് മെസ്സേജ് വിട്ടേന്ന്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നുണ്ട് പോസിറ്റീവ് മുഖഭാവമാണ് ബിന്ദുവിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. സത്യമാണ്, നമ്മൾ ഇപ്പം ഒരു മനുഷ്യരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടു തരം എനർജി ഫീൽ ചെയ്യും. ഒന്ന്, അവർ ഭയങ്കരമായിട്ട് മുഖമൊക്കെ വലിച്ചു കയറ്റി, ചിലപ്പോൾ അവരുടെ ടെൻഷനും അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ. എല്ലാവർക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിച്ച് മുഖമൊക്കെ വലിച്ചിട്ട് ലോകത്തോട് മുഴുവൻ ദേഷ്യമായിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ അത് കുറേ നമുക്ക് സാഡ് അനുഭവങ്ങളും കുറേ പീഡനങ്ങളും ഒക്കെ ഏറ്റ് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു തിരിച്ചറിവ് വരും, ഇതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ വിഷമിച്ചിട്ടോ വേദനിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കുറേ കുശുമ്പൂത്തി എല്ലാവരോടും ഈ ലോകത്തോട് മുഴുവൻ ദേഷ്യമായിട്ടിരുന്നിട്ട് ഒന്നും കാര്യമില്ല. എന്തൊക്കെയാണോ വരാനുള്ളത് അതൊക്കെ വരും. നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് ഇപ്പൊ ക്രൂരത ചെയ്യുന്നവര്, നമ്മളെ വേദനിപ്പിക്കുന്നവര്, നമ്മളോട് അസൂയ കാണിക്കുന്ന എന്തുകൊണ്ടാ? നമുക്ക് അവരെ കാര്യം പ്ലസ് ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മളോട് ക്രൂരത കാണിക്കുന്ന എന്തുകൊണ്ടാ? നമ്മൾ ക്രൂരായതുകൊണ്ടാ? അല്ല, നമുക്ക് സിമ്പതി എമ്പതി ഉണ്ട്. പക്ഷെ നമ്മളോട് ക്രൂരത കാണിക്കുന്ന അവർക്കൊരു സുഖം കിട്ടാൻ, അവർക്ക് മാനസിക സുഖം കിട്ടാൻ. അപ്പൊ ആരാ ദുഷ്ടര്? അവരാ. ദുഷ്ടരായ ഒരു മനുഷ്യരെ ഓർത്ത് നമ്മൾ എന്തിനാ വിഷമിക്കണേ? അങ്ങനെ പിന്നെ നമ്മൾ ഒറ്റപ്പെടുത്തുന്നവര്, ഉപേക്ഷിച്ചു പോകുന്നവര്, അങ്ങനെയുള്ളവര്, നമ്മളാണോ അതിൽ തെറ്റിയത്? അല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്തിട്ട് നമ്മളോട് ക്രൂരത കാണിക്കുകയും നമ്മളെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്നവര് അവരെ ഭയങ്കര ബാഡായിട്ടുള്ളവരല്ലേ. അപ്പൊ അവരെ ഓർത്ത് നമ്മൾ എന്തിനാ വിഷമിക്കണേ? അത് ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ഈ ഒരു പ്രകൃതി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും നമുക്കൊരു സഹായഹസ്തം വരും. അങ്ങനെയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊരു ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ഒറ്റയ്ക്ക് നിന്ന് നമുക്ക് നേരിടാൻ പറ്റും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്രയോ പേരുണ്ടല്ലേ. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ, പുറമേ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ലേ പോകുന്നത്. നമ്മൾ വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം കൂട്ടിക്കൊണ്ടല്ല പോകുന്നത്. ആ രീതിയിൽ എവിടെയാണെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ട് ഇത്രയും നാൾ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെ അപ്പൊ ഈ ഇത്തരം കാര്യങ്ങളും ചിന്തകളും ഒക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ദ്രോഹിക്കുമ്പോൾ ആ ദ്രോഹം മുഴുവൻ നമ്മൾ ഏറ്റെടുത്ത് വേദനിക്കാൻ നിന്നാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. അവരെ അങ്ങ് ഒഴിവാക്കുക, അവരോടുമായിട്ട് കോണ്ടാക്റ്റുകൾ നിർത്തുക. അപ്പൊ നമുക്ക് ഭയങ്കര മനസ്സമാധാനവും സന്തോഷവും. നമ്മുടെ പ്രവൃത്തികളെ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് മുന്നോട്ട് പോകാനുള്ള സ്റ്റെപ്പുകളെ കുറിച്ച് ആലോചിക്കാം. അല്ലാതെ ഇവരുടെ പുറകെ നടന്ന് യാചിച്ച് വേദനിപ്പിച്ച് നമ്മളെ വേദനിപ്പിക്കുന്നവരുടെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. അവർ കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്നു. കാരണം നമ്മളെ വിഷമിപ്പിക്കുന്നവര് 3 ടൈപ്പ് ആൾക്കാരാണ്. 1 പക്ക ക്രിമിനല്, 2 നാർസിസ്റ്റുകൾ, 3 അസൂയക്കാര്. 3 കൂട്ടരേ ഉള്ളൂ. അപ്പൊ ഈ 3 കൂട്ടരെ നമ്മൾ ഒഴിവാക്കിയേക്കാം. ബാക്കി നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാത്തിനോടും ഒരു പോസിറ്റീവ്. ഇതൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ, ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് വേദനയും വിഷമവും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആയിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെ വരും. എല്ലാത്തിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. നമുക്ക് ഫ്രീഡം ഉണ്ട്, നമുക്ക് പുറത്തു പോകാം, നമുക്ക് എല്ലാവരോടും ചിരിക്കാം, നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാം, ജോലി ചെയ്യാം. നമ്മളോട് പ്ലസ് ആയിട്ട് പെരുമാറുന്നവർക്ക് നമുക്ക് അവരോട് കൂട്ടുകൂടാം, നമുക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കാം, മിണ്ടാം, വിളിക്കാം, കാണാം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആവും. അങ്ങനെ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് എന്റെ ചിന്താഗതികൾ മാറിയത് കൊണ്ടായിരിക്കും എനിക്കിപ്പോ എല്ലാ കാര്യത്തിനും പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നത്, മനസ്സിൽ അത്രയും സന്തോഷം നിറയ്ക്കാൻ പറ്റുന്നത്. നന്നായിട്ടുണ്ട് കേട്ടോ വീഡിയോ. പിന്നെ നല്ല കളർഫുൾ ആയിരുന്നു വീഡിയോസ്, കാണാനും നല്ല രസമുണ്ടായിരുന്നു. പല ചെടികളും പൂക്കളൊക്കെ കാണിച്ചിട്ട്. അല്ല, ഭർത്താവല്ലേ കൂടെ ഉണ്ടായിരുന്ന മുടി വളർത്തിയിട്ടുള്ള അല്ലേ? അതല്ലേ ഹസ്ബൻഡ്? ഭർത്താവല്ലേ കൂടെ ഉണ്ടായിരുന്ന മുടി വളർത്തിയിട്ടുള്ള ആളെന്ന് ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത് ഫ്ലവർ മേടിക്കാൻ പോയപ്പോ. ഈ മനുഷ്യനെ എവിടത്തെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ മനുഷ്യനെ കണ്ടാൽ ഞാൻ തല്ലിക്കൊല്ലു കേട്ടോ. മനുഷ്യ അതെന്റെ ഹസ്ബൻഡ് അല്ല, അതെന്റെ മോനാണ് കേട്ടോ. എങ്ങനെ കുറേ പേർക്ക് ഈ സംശയമുണ്ട്, കൂടെ നടക്കുന്നത് ഹസ്ബൻഡ് ആണോ അതേ മോനാണോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. നമ്മൾ പുറമെ വശം കുറേ ഇത് കേട്ടേക്കുന്നതുകൊണ്ട് പിന്നെ അവനൊരു പ്രശ്നമില്ല. ഷോപ്പിലൊക്കെ പോയി നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും അവൻ എന്നെ അമ്മ എന്നൊന്നും വിളിക്കത്തില്ല. ഇടയ്ക്ക് എന്തെങ്കിലും പേ ഒക്കെ ചെയ്യാൻ നേരത്ത് അമ്മ ഫോൺ എന്ത് ചെയ്യുന്ന ചോദിക്കുമ്പോഴായിരിക്കും ഈ തുണി കടയിലൊക്കെ നിൽക്കുന്നവര് അമ്മയോ
ചോദിച്ചിട്ട് അവരിങ്ങനെ ചോദിക്കുന്നത്. ഇത് കുറെ കേട്ടേക്കുന്നതുകൊണ്ട് എനിക്കത് അത്ര വലിയ പുത്തരിയല്ല, അവനും അത് അത്ര പുത്തരിയല്ല ഒത്തിരി. പിന്നെ അവന്റെ കോളേജിലൊക്കെ നമ്മൾ മീറ്റിങ്ങിന് പോകുമ്പോഴൊക്കെ ആണെങ്കിലും ടീച്ചേഴ്സും അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ചേച്ചിയാണോ വന്നേ, അമ്മ വന്നില്ലേ, അങ്ങനെ ചോദിക്കും കേട്ടോ. അങ്ങനെയൊക്കെ കുറെ അനുഭവം എനിക്കുണ്ട്. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്കത് അത്ര പുത്തിരിയല്ല. അപ്പോൾ ഈ പുള്ളി ആദ്യമായിട്ടും കണ്ട എന്റെ വ്ലോഗ് കാണുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ അതുകൊണ്ട് അഭിപ്രായം പറഞ്ഞപ്പോൾ പറഞ്ഞാണ്. അപ്പൊ കുറെ പേർക്കുള്ള സംശയമാണ് കൂടെ നടക്കുന്ന ആരാന്ന്. കൂടെ നടക്കുന്ന മകനാണ്, അവൻ പഠിക്കുവാണ്, പിന്നെ ഡേറ്റാ സയന്റിസ്റ്റ് ആ ഒരു കോഴ്സാണ് പഠിക്കുന്നത്. പിന്നെ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. വന്നും പോയൊക്കെ നിൽക്കുന്നു, ആ രീതിയിലാണ് അങ്ങനെ ഇരിക്കുന്നു. അപ്പം കൂടെ നടക്കുന്ന ഹസ്ബൻഡ് അല്ല, ഹസ്ബൻഡ് കോട്ടയാണ് വീട്, പാരന്റ്സിന്റെ കൂടെയാണ് നിൽക്കുന്നത്, കോട്ടയത്താണ്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഇനി ബാക്കിയേക്കാം. വളരെ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ പ്രൊജക്ട്സ് എല്ലാത്തിനും കേട്ടോ. ഇതിലും വലിയ എന്റർപ്രണറായിട്ട് വളരട്ടെ. അതൊക്കെ ബിന്ദു പോസിറ്റീവ് എനർജിയാണ് ബിന്ദുവിന്റെ മെയിൻ USP. നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല മെസ്സേജ് അല്ലേ? പോസിറ്റീവ് എനർജിയാണ് ബിന്ദുവിന്റെ USP എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിക്ക് നല്ലൊരു മെസ്സേജ് ആയിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഓക്കെ. അപ്പം എല്ലാത്തിനോടും പ്ലസ് ആയിട്ട് അങ്ങ് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കും ഹാപ്പി ആയിട്ടിരിക്കും. ഈവൻ നമ്മൾ സ്ട്രെസ് ഇല്ലാതെ നമ്മൾ എല്ലാത്തിനും ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ സ്കിന്നിന്റെ ഏജും കുറയും. അങ്ങനെയാണ് ഈ ഏജ് റിവേഴ്സ് ആക്കാൻ പറ്റുമെന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഒരു 3-4 അവയവങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം 3-4 അവയവങ്ങളുടെ ടിഷ്യൂ ഒഴിച്ച് ബാക്കിയെല്ലാം ടിഷ്യൂവും അത് മേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ബോണും ഒഴിച്ച് ബാക്കിയെല്ലാം ചേഞ്ച് ആകും. അതായത് ചിലപ്പോൾ ഒരു 3 മാസം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ബ്ലഡ് സെല്ലൊക്കെ പുതിയതാക്കി നശിച്ചു പോയിട്ട് പുതിയതായിരുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മുടെ സെല്ലുകളും പുതിയ സെല്ലുകൾ ഉണ്ടാവുകയോ പഴയ സെല്ലുകൾ നശിച്ചു പോവുകയും ചെയ്യും. അപ്പം ആ അവയവേ കുറെ നാളുകൊണ്ട് മാറും. ചിലപ്പോൾ 3 മാസം കൊണ്ടായിരിക്കും, ചിലത് 6 മാസം കൊണ്ടായിരിക്കും, ചിലത് 1 വർഷം 1.5 വർഷം എടുത്ത് നമ്മുടെ ഏത് അവയവമാണോ ആ അവയവത്തിൽ എല്ലാ സെല്ലുകളും പുതുതായിട്ട് വരുമ്പം അത് മാറും. അപ്പൊ ഈ സെല്ലുകൾ ഏത് സമയത്താണ് ഉണ്ടാകുന്നത്, ഏത് സമയത്താണ് രൂപപ്പെടുന്നത്, ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം വൈറ്റമിനും മിനറലും ഒക്കെ ഉണ്ടോ അതനുസരിച്ചാണ് ആ സെല്ലിന്റെ ഒരു ഹെൽത്ത് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഏത് കാലത്താണോ നല്ല ഭക്ഷണങ്ങളും നന്നായിട്ട് കെയർ കൊടുക്കുന്നത് അതുപോലെ ഇരിക്കും. ചില സമയത്ത് നമുക്ക് തന്നെ തോന്നിയിട്ടില്ലേ, അയ്യോ 30 വയസ്സ് വരെ ആ കൊച്ചി എന്നാ പോലെ പേക്കോലം പിടിച്ചിരുന്ന, ഇപ്പൊ ആ കൊച്ചിനെ കാണാൻ എന്നാ ഭംഗിയാ. അങ്ങനെയൊക്കെ ചില അമ്മമാരും ചില നാട്ടിൻപുറത്ത് വർത്താനങ്ങളും കേട്ടിട്ടില്ലേ? ശരി, അങ്ങനെ സംഭവിക്കാം. ആ ഒരു സമയം വരെ ചിലര് കളർ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നവര് കാണാം. കളറൊക്കെ വെക്കാൻ പറ്റും നമുക്ക്. നമ്മുടെ ശരീരത്തെ മെലാനിന്റെ അളവ് കുറഞ്ഞ് കൂടുതൽ ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് നിറം വെക്കാനുള്ള ഘടകങ്ങൾ നമ്മുടെ ശരീരത്തുണ്ടാകുമ്പോൾ നമുക്ക് പണ്ട് ഭയങ്കര കളർ കുറവാണെങ്കിൽ പിന്നെ നിറം വെച്ച് വരും. അതിന് നമ്മൾ കഴിക്കേണ്ടത് കുറെ ഭക്ഷണ സാധനങ്ങൾ, അതായത് ക്യാരറ്റ്, ബീട്രൂട്ട്, ആപ്പിള്, ഓറഞ്ച് അങ്ങനെയുള്ള ഘടകങ്ങളിലൊക്കെ നമുക്ക് നിറം വെക്കാൻ പറ്റുന്ന, മെലാനിനെ കുറയ്ക്കാൻ പറ്റുന്ന ഘടകങ്ങൾ നമുക്ക് കിട്ടും. അപ്പം അതുപോലെ പിന്നെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, മനസ്സന്തോഷമായിട്ടിരിക്കുക. അങ്ങനെ പിന്നെ പുറമേ കൊടുക്കുന്ന കുറച്ച് കെയറുകളും ഹെൽപ്പ് ചെയ്യും. അത് ഇങ്ങനെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കെമിക്കലിന് എന്തായാലും അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. പുറമേ നമ്മൾ കുറെ കെമിക്കൽ കുത്തിവെച്ചാൽ ഈ കെമിക്കൽ തേച്ച് അങ്ങനെ നിറം വെക്കുന്ന ഈ ദുബായ് വേസ്റ്റ്, ഗൾഫ് വേസ്റ്റ് ഒക്കെ എന്തോ ഒരു ക്രീമൊക്കെ ഉണ്ടായിരുന്നില്ലേ, എനിക്ക് അതിന്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ തേച്ചിട്ട് ഞങ്ങളൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എന്റെ ദൈവമേ പാകിസ്ഥാനി പിള്ളേരും ബാക്കി ഈ സുഡാനികളും ഒക്കെ എന്തോരം അത് വാരിത്തേക്കുന്നതെന്നറിയോ, എന്തോ ഒരു ക്രീം, അതിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ അയ്യോ അതിന്റെ പേര് അങ്ങനെ പക്ക കെമിക്കൽ, അതിന്റെ ഒരു മണം തന്നെ നമുക്ക് റൂമിൽ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ കെമിക്കൽ മണം അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ എന്തൊരു ഡേഞ്ചറാ. കുറെ കാലം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ പോലെ സ്കിന്നിന് പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ വരത്തില്ല. അല്ലെ തന്നെ നമ്മൾ എന്ത് തേച്ചാലും പിന്നെ അത് അബ്സോർബ് ആവുന്നുണ്ട്. ഈ ഒരു ലിംഫാറ്റിക് സിസ്റ്റം വഴി നമ്മുടെ അത് ബ്ലഡിലെത്തി നമ്മുടെ ശരീരത്തിലേക്ക്, സെല്ലിലേക്ക് അത് എത്തിപ്പെടുന്നുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാലും നമ്മൾ കെമിക്കൽ അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഏറ്റവും ഉപയോഗിക്കാതിരിക്കാണ് ഏറ്റവും നല്ലത്. പിന്നെ കുറച്ചൊക്കെ നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ശ്വസിക്കുന്നതിൽ കൂടിയും കഴിക്കുന്നതിൽ കൂടിയും കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ കൂടിയും ഒക്കെ എങ്ങനെയെങ്കിലും കുറെ എത്തും. അത് പിന്നെ കിഡ്നിയും ലിവറും ഒക്കെ നമുക്കത് ഡീടോക്സിഫൈ ചെയ്ത് തരുമെന്ന് വിചാരിക്കാം. അതിന്റെ എക്സ്ട്രാ നമ്മൾ കുത്തിക്കയറ്റി കൊടുക്കുന്നത് ശരിയല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ പിന്നെ ശ്രദ്ധിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യുക, കഴിക്കുന്നതാണെങ്കിലും തേക്കുന്നതാണെങ്കിലും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ നാച്ചുറൽ ആണെന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ മേടിച്ചോളൂ. അപ്പൊ ഞാനിനി നമ്മുടെ വലിയൊരു ഓർഡർ വന്നേക്കുന്ന ആദ്യം നമുക്ക് പാക്ക് ചെയ്യാൻ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം പാക്ക് ചെയ്ത് വിട്ടിട്ട് നേരെ ഷോപ്പിങ്ങിന് പോകാം. അപ്പൊ ഞാൻ ഷോപ്പിംഗ് വിശേഷങ്ങളും കൂടി ആഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം എന്റെ വാട്സപ്പ് നമ്പർ, ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ മേടിക്കാൻ എന്റെ വാട്സപ്പിലേക്ക് വരും. ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അനിയത്തിമാരോട്, ചേച്ചിമാരോട്, അമ്മയോട്, ബന്ധുക്കളോട്, ഫ്രണ്ട്സിനോട് ഒന്ന് പറയണം കേട്ടോ. എന്റെ ചാനലിനെ കുറിച്ചും പറയണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. പിന്നെ എന്റെ വാട്സപ്പ് നമ്പർ അയച്ചു കൊടുക്കണം, എനിക്ക് ഹായ് വിടാൻ പറയണം കേട്ടോ.
അപ്പൊ ശരി, നമുക്കിനി അവിടുന്ന് കാണാം, നമുക്ക് പുറത്തുനിന്ന് കാണാം. ഓണാണോടാ? അപ്പൊ നമ്മുടെ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന പഠിപ്പിക്കല്ലേ പോന്ന. അപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർ ഇസ്രായേലിലാണ് പുള്ളിക്കാർ വർക്ക് ചെയ്യുന്നത്. ഇപ്പം വെക്കേഷന് വരും ഒരു മാസത്തിനുള്ളിൽ. അപ്പൊ നാട്ടിലേക്ക് കളക്ട് ചെയ്തിട്ട് സാധനങ്ങൾ നാട്ടിലെ അഡ്രസ്സാണ് തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓർഡർ തന്നിരിക്കുന്നതാണ്. പുള്ളിക്കാർ മേടിച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകൾ ആണ് ഇത് മുഴുവനും. അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തത് 5 ഡിന്നർ പ്ലേറ്റ്. ഡിന്നർ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇത് പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ, മെലാമിന്റെ ഹീറ്റ് റെസിസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള എല്ലാ സേഫ്റ്റി മെഷറും ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അടിപൊളി ഡിന്നർ പ്ലേറ്റ് ആണ്. നല്ല ക്ലാസി ലുക്കുള്ള. ഞാൻ മിക്കപ്പോഴും യൂട്യൂബിൽ വീഡിയോ ഇടുമ്പം ഇങ്ങനത്തെ പ്ലേറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇതിന് കുറച്ചും കൂടി വലുത് കറികളെല്ലാം എടുക്കാൻ. അപ്പൊ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ കിട്ടും, എവിടുന്ന മേടിച്ച്, അങ്ങനെയൊക്കെ. സാധാരണ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിവേ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള, പക്ഷെ അത് ഭയങ്കര റേറ്റാണ് ഞാൻ മേടിച്ചതിന്. അത്ര റേറ്റ് ഇല്ല ഇതിന്. നല്ല നമുക്ക് ഇങ്ങനെ നമ്മൾ ഒന്നിച്ച് പിന്നെ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് റേറ്റ് കുറവ് കിട്ടും. അപ്പൊ അതനുസരിച്ചാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ റേറ്റ് കുറച്ചാണ് ഇടുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും നമ്മുടെ പ്രൊഡക്റ്റുകൾ മേടിക്കാൻ പറ്റുന്നത്. നമ്മൾ ബോംബെ ബേസ് ആയിട്ട് പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ. അപ്പൊ എന്താ നോക്കൂ, അടിപൊളിയായിട്ടുള്ള ഡിന്നർ പ്ലേറ്റ് ആണ്. 3 കറിയുടെ തട്ടുകളും ഉണ്ട്. പിന്നെ അതാ ആവശ്യത്തിന് ചോറും എടുക്കാം. ആ രീതിയിൽ അടിപൊളിയാണ്. 5 എണ്ണമാണ് പുള്ളിക്കാർ മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ 5 എണ്ണം അതങ്ങനെ. ഇത് എന്താ കടകോൽ എന്ന് പറയും നമ്മള് വയനാട്ടിലൊക്കെ, കപ്പക്കോല് കടകോൽ എന്നൊക്കെ പറയും. ഇത് എന്ത് സാധനം ഉടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. നല്ല പൊട്ടിപ്പോകാത്ത തടിയാണ്. പിന്നെ നമ്മൾ എല്ലും കപ്പയൊക്കെ കുഴയ്ക്കാൻ വേണ്ടി എടുക്കാം. പിന്നെ നമ്മൾ കറി വെക്കുമ്പോൾ ചില സമയത്ത് ഗ്രീൻ പീസ് ഒക്കെ കറി വെക്കുമ്പോൾ നമുക്കൊന്ന് ഉടയ്ക്കണം, എന്നാലേ ചാറിന് നല്ലൊരു കുറുകൽ കിട്ടത്തുള്ളൂ, കൊഴുപ്പ് കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ പല സംഗതിക്കും നമുക്ക് ഉപയോഗിക്കാം. എന്തെങ്കിലുമൊക്കെ സംഗതി നമുക്ക് ഉടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതിന് കടകോൽ എന്ന് പറയും. എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഞാൻ വളരെ വളരെ കുറച്ച് പിന്നെ റേറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ചെറിയ ലാഭമേ ഞാൻ എടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ മേടിക്കുന്ന റേറ്റ് ചെയ്യുന്ന. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ കടകോൽ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഇലക്ട്രിക് ലൈറ്റർ ആണ്. അതായത് നമുക്ക് വല്ലപ്പോഴും ചാർജ് ചെയ്യണം. ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാളാ ചാർജ് നിൽക്കും. സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, വീണ്ടും റീചാർജ് ചെയ്യാം. അങ്ങനെയുള്ള ലൈറ്റർ ഒരിക്കലും കേടായി പോകത്തില്ല. ഒരു 3 വർഷമായിട്ട് ഞാൻ ഒരു സാധനം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കേടും പറ്റിയിട്ടില്ല. അങ്ങനെയുള്ളത് കൊണ്ടാണ് നമ്മളിത് സെയിലിനിട്ടേക്കുന്നത് കേട്ടോ. ഇത് അടിപൊളിയാണ് കൂട്ടുകാരെ. തേങ്ങാ കമ്പി എന്ന് പറയുന്നത് നമുക്കിപ്പോ എന്തെങ്കിലും പായസം വെക്കുമ്പോ തേങ്ങയിൽ അരിഞ്ഞിടണം. പിന്നെ എന്തെങ്കിലും ഇപ്പൊ കലത്തപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങ ഇടണം. ബീഫിൽ നമുക്ക് തേങ്ങയൊന്ന് കൊത്തി അരിഞ്ഞിടണം. അങ്ങനെ എല്ലാം നമ്മൾ ചിരകുമല്ലോ. അപ്പൊ അങ്ങനെ കൊത്തി എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി സാധനമാണ്. അരമുറി തേങ്ങ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കുത്തിയാൽ തന്നെ അതിങ്ങനെ വിട്ട് പീസായിട്ട് ഇങ്ങനെ പോരും. അപ്പൊ നമുക്കത് പിന്നെ അരിഞ്ഞെടുക്കുകയും ചെയ്യാം. തേങ്ങാ കപ്പി ഇതിന് പറയുന്നത് റെയറായിട്ട് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവുള്ളൂ, കണ്ടിട്ടേ ഉണ്ടാവില്ല. അത്ര യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഇന്ന് മേടിച്ച് നോക്കൂട്ടോ. ചെറിയ റേറ്റേ ഉള്ളൂ. ഈ ഒരു നമ്പറിൽ കാറ്റലോഗിൽ കയറി നോക്കൂട്ടോ. എത്ര പേരെ ഇത് മേടിക്കുന്നതെന്ന് അറിയോ? ഒരു പ്രാവശ്യം മേടിച്ചു കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ളവരോട് പറയും അടിപൊളി സാധനം മേടിച്ചോളൂ എന്ന് പറയും. അപ്പൊ അടുത്ത അങ്ങനെ ഓർഡർ ചെയ്യും. നമുക്കൊരു ആഴ്ച ഒരു 100 എണ്ണം ഒക്കെ ഇതുപോലത്തെ പോകുന്നുണ്ട്. അത്രയും പ്രയോജനമുള്ളതാണ്. മേടിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഗരം മസാല അറിയാലോ, എല്ലാ മസാലകളും കഴുകി ഉണങ്ങി പൊടിക്കുന്ന ഗരം മസാലയാണ് ഇത്. അടിപൊളിയാണ്. ഏത് കറിക്കും, മീൻകറി ഒഴിച്ച് ബാക്കി എല്ലാ കറികളും നമുക്ക് ചേർക്കാം. ഗ്രീൻ പീസ് കറി ആയിക്കോട്ടെ, പിന്നെ വെജിറ്റബിൾ നമ്മളിങ്ങനെ വെച്ച് മസാലയാക്കിയിട്ട് കറി വെക്കില്ല, അതിലുപയോഗിക്കാം. ഇറച്ചി, പിന്നെ പന്നിയിറച്ചിയാണെങ്കിലും പോത്താണെങ്കിലും എരുമയാണെങ്കിലും കോഴിയാണെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അടിപൊളിയാണ് ഗരം മസാല. എല്ലാവരും മേടിക്കുന്നുണ്ട്. ഞാൻ വളരെ വൃത്തിയായിട്ട് കഴുകി ഉണങ്ങി നന്നായിട്ട് നമുക്കിവിടെ തന്നെ പൊടിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. അങ്ങനെ എടുക്കുന്നതാണ്. അടിപൊളിയാണ് കേട്ടോ. ഇത് ഒരു സോപ്പ് ഡിഷാണ് കേട്ടോ. ഇതിന്റെ അടപ്പ് തുറന്നു പോകത്തേയില്ല. അടിപൊളിയാണ്. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ പിരിച്ച് അതിനകത്തേക്ക് സോപ്പ് സൊല്യൂഷൻ ഒഴിച്ചു വെക്കാം. അതിന്റെ അടിയിൽ ഒരു വലിയ തട്ടിലേക്കാണ് ആ സോപ്പ് പോവുക. പുറമേ ഉള്ളത് നമുക്ക് നമ്മൾ കഴുകുന്ന ആ ബ്രഷും കാര്യങ്ങളും ഒക്കെ ഇട്ട് വെക്കാം. അപ്പൊ അടിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കിട്ടുകയും ചെയ്യും. ആ ഒരു ഇതിലേക്ക് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഒട്ടും ലൂസായി പോകത്തില്ല, ടൈറ്റ് ഫിറ്റ് ആണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. പല സോപ്പ് ഡിഷുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ എല്ലാം ഇങ്ങനെ തട്ടിത്തെറിച്ചു പോകും. ഞാൻ തന്നെ 3-4 എണ്ണം ഇത് മേടിക്കുന്നതിന് മുമ്പ് മേടിച്ച് നോക്കിയിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ അടപ്പങ്ങ് തുറന്നു പോവുക, എല്ലാം ഇങ്ങനെ മറിഞ്ഞു പോവുക, അതൊക്കെയായിരുന്നു പ്രശ്നം. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ്. ലോങ് ടൈം ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അടിപൊളിയാണ്. എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് മേടിച്ചില്ലേ വൻ നഷ്ടമാണ് കേട്ടോ. ഇത് കോക്കനട്ട് നമ്മുടെ ചകിരിയാണ്. ചകിരിയുടെ ഇതാണ് ഈ ഒരു ബ്രിസ്റ്റിലൊക്കെ.
പിന്നെ ഇത് തടിയാണ്, സേഫ് ആയിട്ട് നമുക്ക് ദോശക്കല്ലിൽ എണ്ണ വരട്ടാനും പിന്നെ എന്തെങ്കിലും ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിന്റെ മുകളിൽ നമ്മളിങ്ങനെ ഗീ ഇങ്ങനെ ഒപ്പി കൊടുക്കത്തില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒക്കെ ഉപയോഗിക്കാം. അടിപൊളിയാണ്. ദോശക്കല്ല് സംബന്ധമായ എല്ലാ സംഭവങ്ങൾക്കും, ഫ്രൈ പാൻ സംബന്ധമായ എല്ലാ സംഭവങ്ങൾക്കും എണ്ണ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. 3 എണ്ണം പുള്ളിക്കാരി മേടിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്, മേടിച്ചോളൂ കേട്ടോ, ചെറിയ വിലയുള്ളൂ. ഇത് പിന്നെ ഇങ്ങനെ നമ്മൾ കഞ്ഞി വാർക്കാനൊക്കെ ചോറ് വാർക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഇങ്ങനെ ഹോളുള്ള ഒരു പാത്രമാണ് കേട്ടോ, വാർക്ക പാത്രം എന്ന് നമുക്ക് പറയാം. അങ്ങനെ അപ്പൊ ഒന്നിച്ച് ഇങ്ങനെ പിന്നെ പ്രഷറായിട്ട് വെള്ളം നമ്മുടെ മേത്തോട്ട് തെറിച്ച് വീഴത്തില്ല കഞ്ഞി വാർക്കുമ്പോൾ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ വാർക്കുമ്പോൾ ഒരു കൺട്രോൾ ട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഒന്നിച്ച് വെള്ളം ഇങ്ങനെ നമ്മുടെ മേത്തോട്ടൊന്നും മറിഞ്ഞു വീഴത്തില്ല. പതുക്കെ ഈ ഹോളിൽ കൂടെയൊക്കെ വെള്ളമായിട്ട് പതുക്കെ ആ ഒരു വാർക്ക പാത്രത്തിലേക്ക് വെള്ളം വീണോളും. അതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തേക്കുന്ന ഒരു പ്ലേറ്റ് ആണിത്. അടിപൊളിയാണ്, മേടിച്ചോളൂ കേട്ടോ. ഇത് നമ്മുടെ ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു ഹാൻഡിലുണ്ട്, നല്ല അടിപൊളിയാണ്, കൈ കൊണ്ട് അങ്ങ് പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം. മൈക്രോ ഫൈബർ ആണ്, നന്നായിട്ട് വെള്ളവും പൊടികളും എല്ലാം അബ്സോർവ് ചെയ്യും. എന്നിട്ട് നമുക്ക് റീയൂസ് ചെയ്യാവുന്ന നല്ലൊരു ടേബിൾ ക്ലീനിങ് ഒരു സ്മോൾ മോപ്പാണ് കേട്ടോ. ഇത് പൊടിയൊക്കെ തട്ടാൻ പറ്റുന്ന ഒരു 3-3.5 മീറ്റർ നീളം കൂട്ടാവുന്ന സ്റ്റീലിന്റെ കൂട്ടി കൊണ്ടാകാവുന്ന പൊടിയെല്ലാം പിന്നെ മാറാല തട്ടാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു മോപ്പാണ്. ലെന്ത് കൂട്ടാവുന്ന മോപ്പ്. എന്നിട്ട് ലെന്ത് കുറച്ചിട്ട് ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. ഇത് നമ്മുടെ ടിൻ കട്ടറാണ്, നല്ല സ്റ്റീലിന്റെ ഒരു സാധനമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അടിപൊളിയാണ്, യൂസ് ചെയ്യേണ്ടവർക്ക് മേടിക്കാം കേട്ടോ. ഇത് കണ്ടോ, നല്ല മരത്തവി. തവി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുറമെ, പക്ഷെ അതിൽ 2 ആണിയൊക്കെ അടിച്ചിട്ടുണ്ടാവും. കുറച്ച് ആളും കൊണ്ട് തന്നെ ആണി ലൂസായിട്ട് അതങ്ങ് ഒടിഞ്ഞു പോകും അതിന്റെ കൈ. അങ്ങനെയല്ലേ നമ്മൾ ഇതിനു മുമ്പ് ചിരട്ടത്തവി പുറമേ നിന്ന് മേടിക്കുമ്പോൾ ഒക്കെ നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇതങ്ങനെയല്ല, ഇത് അതേ തന്നെ മേക്ക് ചെയ്തേക്കുവാണ്, ഒറ്റ തടി തന്നെ മേക്ക് ചെയ്തേക്കുവാണ്. ആണിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ലോങ് ടൈമായിട്ട് നമുക്കത് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ് കൂട്ടുകാരെ, ഒടിഞ്ഞു പോകത്തില്ല, ഒന്നുമില്ല. കറിയും കോരാം, ചോറും കോരാം. പിന്നെ നല്ല ക്ലാസി ലുക്കാണ് ഇങ്ങനത്തെ മരത്തവികളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ. നല്ല ഇപ്പൊ ഒരു ഗസ്റ്റുകളൊക്കെ വന്നാൽ തന്നെ നമ്മൾ പ്ലേറ്റിലെല്ലാം വിളമ്പി വെച്ചു, കറികളൊക്കെ ഇങ്ങനെ നല്ല ബൗളിൽ എടുത്ത് വെച്ചു. എന്നിട്ട് ഇങ്ങനത്തെ തവിയൊക്കെ ഇടുമ്പോൾ ഭയങ്കര ക്ലാസി ലുക്ക് അല്ലേ, നല്ല രസമല്ലേ. ഇങ്ങനത്തെ തവികൾ നമ്മൾ പല വലിപ്പത്തിലുള്ള സ്പൂണുകളുണ്ട്, തവികളുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ തോരനൊക്കെ ഇളക്കാൻ പറ്റുന്ന ഇങ്ങനെ സ്പാച്ചില പോലത്തെ അങ്ങനത്തെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. കാറ്റലോഗിൽ കയറി നോക്കിക്കോളൂ കേട്ടോ. ഇത് അടിപൊളിയാണ്, പുള്ളിക്കാരി 2 മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ വെക്കാം. ഗ്രോസറി ബാഗ് പുള്ളിക്കാരി 3 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നല്ല കോട്ടന്റെ വാഷ് ചെയ്തെടുക്കാവുന്ന റീവാഷബിൾ ആയിട്ടുള്ള റീയൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കോട്ടന്റെ നല്ല സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ട്. പിടിയൊക്കെ കണ്ടോ, പൊട്ടിപ്പോത്തിലൊന്നുമില്ല. അതും കോട്ടന്റെ ക്ലോത്ത് തന്നെയാണ് കേട്ടോ പിടി. അപ്പൊ നല്ല തുണിസഞ്ചി എന്ന് പറയാം, നല്ല വലിപ്പമുണ്ട് കണ്ടോ. ഒത്തിരി സാധനം ഇതിനകത്ത് കൊള്ളും. അടിപൊളിയായിട്ട് നമുക്ക് നല്ല ക്ലാസി ലുക്കും ഉണ്ട്, നല്ല ക്ലാസി ലുക്കും ഉണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊണ്ടുവരികയും ചെയ്യാം. മടക്കി നമുക്ക് പേഴ്സിലൊക്കെ വെച്ച് കൊണ്ടുപോവുകയും ചെയ്യാം. അതുപോലെ സാധനങ്ങളൊക്കെ ആയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നടന്ന് വണ്ടി കയറി പോരുകയും ചെയ്യാം. അങ്ങനെയുള്ള നല്ല ലുക്കുള്ള സാധനമാണ്. 3 എണ്ണം പുള്ളിക്കാരി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ബോട്ടിൽ ബ്രഷ് ആണ്, തുറക്കാം. ഇത് കണ്ടോ, ബോട്ടിൽ ബ്രഷ് ആണ്. ഇപ്പം ഫ്ലാസ്ക് ആവട്ടെ ബോട്ടിലാവട്ടെ ഏതിനും നമുക്ക് ഉപയോഗിക്കാം. ഇത് പോകത്തേ ഇല്ലാതെ തന്നെ മേക്ക് ചെയ്തേക്കുന്നതാണ്. പിന്നെ നല്ല മയവും ഉണ്ട്, എന്നാൽ നല്ല ക്ലീൻ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഹാർഡും ആണത്. അങ്ങനെ ഒരെണ്ണമാണ്, അടിപൊളിയാണ്. പിന്നെ നല്ല ലെന്തും ഉണ്ട് കണ്ടോ. ഫ്ലാസ്കിനകത്താണെങ്കിലും കുപ്പിക്കകത്താണെങ്കിലും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. ബോട്ടിൽ ക്ലീനിങ് ബ്രഷ് ആണ് കേട്ടോ. അപ്പൊ അത് ആവശ്യമുള്ളവർ മേടിച്ചോളൂ കേട്ടോ. ഇതും അതുപോലെ ജനലിലൊക്കെ പൊടി തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. അടിപൊളിയാണ്, പോകത്തേയില്ല. മൈന്യൂട്ടായിട്ടുള്ള പൊടികൾ പോലും തട്ടി കളയാൻ. പിന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ. അങ്ങനെ മക്കൾക്കൊക്കെ മേടിച്ചു കൊടുക്കുവാണെങ്കിൽ റൂമൊക്കെ ടേബിളൊക്കെ എപ്പോഴും ക്ലീൻ ആക്കണം എന്ന് പറഞ്ഞാൽ ഈ കളർ കാണുമ്പോൾ തന്നെ അവർക്ക് ഇത് എടുത്ത് യൂസ് ചെയ്യാൻ തോന്നും. അടിപൊളിയാണ്. ഇത് മറ്റേ അടുപ്പില് വിറകടുപ്പില് തീ കത്തിക്കുന്ന പിന്നെ അടുപ്പ് തിരി എന്ന് പറയുന്ന സംഭവമാണ്. 30 എണ്ണം ഒക്കെ ഉണ്ട്. ഇതിലേക്ക് നമ്മുടെ ലൈറ്ററും കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, തീ പിടിക്കും. എന്നിട്ട് അത് അങ്ങ് ഇട്ട് കൊടുത്താൽ ഇത് മെഴുകും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയേക്കണേ. നമ്മുടെ തൊട്ടടുത്ത് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഇത് കത്തി തീരുമ്പോഴത്തേക്കും നമ്മുടെ വിറകിനൊക്കെ കത്തി പിടിച്ച് സുഖമായിട്ട് വേറെ ഒന്നും ഇല്ലാതെ തന്നെ, മണ്ണെണ്ണ വേണ്ട, പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, ഒന്നും ഇല്ലാതെ നമുക്ക് തീ കത്തിക്കാൻ പറ്റും. മണ്ണെണ്ണയൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമല്ലേ. അപ്പൊ അടുപ്പ് തിരി എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇപ്പൊ ചില ഷോപ്പുകളിലൊക്കെ കാണാറുണ്ട്. അങ്ങനെ എനിവേ ഇതൊരു കുടിൽ വ്യവസായം പോലെ നമ്മുടെ അടുത്ത് ചെയ്യുന്നതാണ്. അടിപൊളിയാണ്, ആവശ്യമുള്ളവർ മേടിച്ചോളൂ കേട്ടോ. ഇനിയാണ് അടിപൊളി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കണ്ടോ, നല്ല അടിപൊളി ഹാൻഡ് ബാഗ്. ഇതും റീവാഷ് ചെയ്തെടുക്കാവുന്ന ഫസ്റ്റ് ക്വാളിറ്റി ഒരു തരം പിന്നെ ക്ലോത്ത് എന്ന് പറയാം.
അങ്ങനെയുള്ള, അതായത് ഈ കട്ടിയുള്ള ജീൻസ് അല്ല, അതേപോലെയുള്ള ഒരു തരം പാന്റിന്റെ ക്ലോത്ത് പോലത്തെ ഒരു തരം ക്ലോത്ത് ആണ് കേട്ടോ. അങ്ങനെ പോകത്തേയില്ല, അടിപൊളിയാണ്. പിന്നെ ഭയങ്കര സ്റ്റാൻഡേർഡ് ക്ലാസി ലുക്കാണ് അതിന്റെ ഡിസൈൻ. പിന്നെ അതിന്റെ സിപ്പൊക്കെ അടിപൊളിയാണ്. എല്ലാം നോക്കി ഓക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ അതിന് ലെന്ത് കൂട്ടാവുന്ന ഒരു വള്ളിയും കൊടുത്തിട്ടുണ്ട് ഉള്ളില്, അടിപൊളിയാണ്. ഇങ്ങനെ ഒറ്റ കോളാണ്, പക്ഷെ ഒത്തിരി ഇതുണ്ട്, സ്പേസ് ഉണ്ട്. പിന്നെ അതിന്റെ സൈഡിൽ ഒരു ചെറിയ പോക്കറ്റും ഉണ്ട് അകത്ത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസൈൻ. അടിപൊളിയാണ് കൂട്ടിന്, അടിപൊളിയാണ്. എന്ത് രസമാന്ന് നോക്കി, അടിപൊളിയാണ് കൂട്ടിന്, അടിപൊളിയാണ്. ക്ലാസി ലുക്കാണ് ഇതിന് അല്ലേ. അതേപോലെ തന്നെ അടുത്തത് ഇതിന് പുറമേ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തൊരു ലുക്കാന്ന് നോക്കിയേ. പിന്നെ അതിന്റെ ക്ലോത്തും അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇതിന്റെ എല്ലാം 6 ടൈപ്പ് ഞാൻ എടുത്തു. 6 ടൈപ്പില് 6 ഞാൻ മാറ്റി വെച്ചു എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ്. കണ്ടപ്പോ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട എടുത്താണ്. ലെന്ത് കൂട്ടാവുന്ന വള്ളിയുണ്ട്. ആ വള്ളിയൊക്കെ ആണെങ്കിലും കണ്ട നല്ല അടിപൊളിയാണ്. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി. ഈ പിന്നെ എന്താ പറയാ, ബാക്കിയുള്ള നമ്മൾ ചിലപ്പോൾ നല്ല ലെതർ അല്ലെങ്കിൽ നമ്മൾ ലെതർ ബാഗൊക്കെ മേടിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ തൊലി പൊളിഞ്ഞ പോലെ പോകും അല്ലേ. അങ്ങനെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലത്തെ നല്ല ക്ലാസി ലുക്കുള്ള ബാഗുകളാണെങ്കിൽ ഒരിക്കലും പോകത്തില്ല. നമുക്കിത് കഴുകിയെടുക്കുകയും ചെയ്യാം. അതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെയാണ്, അടിപൊളിയാണ്. പിന്നെ അതിന്റെ ഡിസൈൻ അടിപൊളിയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സിപ്പോ കൊടുത്തേക്കുന്നത് കേട്ടോ, വള്ളിയൊക്കെ. മേടിച്ചിരിക്കുന്ന പുള്ളിക്കാരിയുടെ മദറിന് വേണ്ടിയിട്ട്. ഇത് ഞാൻ ഇവിടെ മേക്ക് ചെയ്ത് എടുപ്പിക്കുന്നതാണ് കേട്ടോ. ഒരു പയ്യനെ കൊണ്ട് എനിക്ക് പേഴ്സണലി ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുപ്പിക്കുന്ന കേട്ടോ. നമ്മുടെ കമ്പനി എന്ന് തന്നെ പറയാം. അങ്ങനെ ആ രീതിയിൽ ഡിസൈൻ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ട് ആ രീതിക്ക് ചെയ്ത് തന്നേക്കുന്നതാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള. ഇതിന്റെ സിപ്പിന് നമ്മൾ 1 ഇയർ ഗ്യാരണ്ടി വാറണ്ടി എന്നൊക്കെ പറയുന്നത്, അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്ര സ്ട്രോങ് സിപ്പാണ് ചെയ്തേക്കണേ. പിന്നെ പ്രത്യേകത ഇതിന് 3 കമ്പാർട്ട്മെന്റ് ആണ് ഞാൻ ചെയ്തു തരാൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അമ്മമാർക്കും ആണെങ്കിലും നമുക്കാണെങ്കിലും ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ഇതിനകത്ത്. നിറച്ച് 3 കമ്പാർട്ട്മെന്റ് ആണ് ഇത് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. നമുക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ബാഗ് കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് കാര്യമായിട്ട് ഒന്നും വെക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഷോപ്പിങ്ങിന് പോയാൽ തന്നെ എല്ലാം കൂടി ഒന്നിച്ചിടണം. പിന്നെ ഒരു മൊബൈൽ എടുക്കണമെങ്കിൽ, പേഴ്സ് എടുക്കണമെങ്കിൽ എല്ലാം കൂടി അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഒട്ടും സ്പേസും ഉണ്ടാവില്ല. പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും പുറമെ, പക്ഷെ അത് യൂസിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഓർത്ത് 3 കമ്പാർട്ട്മെന്റ് ഉള്ളതാണ്. അടിപൊളിയല്ലേ. 3 സെക്ഷനായിട്ട് വെക്കുകയും ചെയ്യാം. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ്, ഒരു കൊച്ചിനെ കൊണ്ട് നമുക്ക് ഒത്തിരി സാധനങ്ങൾ വെക്കാം. ഇല്ല നമ്മളൊരു വഴി പോവാണ്, നമുക്ക് കുറെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കൊണ്ടുപോകാനായിട്ട് വെക്കാം. അങ്ങനെ അപ്പൊ ഞാനിത് എന്റെ അനിയത്തി കൊച്ചിന് മേടിച്ചു കൊടുത്തു, അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തു. എനിക്ക് 2-3 കളർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ പല കളർ നമ്മുടെ അടുത്തുണ്ട്. ഒരു ഐവറി കളറുണ്ട്, ഒരു പ്യുവർ വെള്ളയുണ്ട്, പിന്നെ ഒരു എന്താ പറയാ, ഒരു മണ്ണിന്റെ കളറുള്ള മഡ് കളറുണ്ട്, കറുപ്പുണ്ട്, അങ്ങനെ കുറെ കളറുണ്ട്, മെറൂൺ ഉണ്ട്, അങ്ങനെ കുറെ കളറുണ്ട് കേട്ടോ. അങ്ങനെ അപ്പൊ ഈ ഒരു ബാഗും ഞാൻ പുള്ളിക്കാരി പറഞ്ഞിട്ട് വെക്കുന്നുണ്ട്. അപ്പം അടിപൊളിയാണ്. പിന്നെ ഇത് നല്ല ക്ലാസ് ലുക്ക്, സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ക്വാളിറ്റി ലെതർ ആണ്. അതുകൊണ്ട് പോകത്തേയില്ല, നിങ്ങൾ പേടിക്കേ വേണ്ട കേട്ടോ. അങ്ങനെ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുപ്പിക്കുന്നതാണ് നമ്മുടെ ഒരു പയ്യനെ കൊണ്ട് കേട്ടോ. അങ്ങനെ ഇനിയാണ് പ്രധാനപ്പെട്ട സംഗതി. ഇത് കണ്ടോ കൂട്ടുകാരെ, മൈക്രോ ഫൈബർ. ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് മൈക്രോ ഫൈബർ. കാരണം ഇതിനകത്ത് എന്തോരം വെള്ളം ഒഴിച്ചാലും വെള്ളം അബ്സോർവ് ആവും. ഇതിന് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അതാണ് ബാത്റൂം കണ്ടോ, ബാത്റൂമിന്റെ ഒക്കെ മുമ്പിൽ, ബാത്റൂമിന് എഴുതിയിട്ടുണ്ട് അതിൽ, ബാത്റൂമിന്റെ ഒക്കെ മുമ്പിലിടാം. പിന്നെ ഇൻഡോറിൽ എവിടെ വേണേലും നമുക്ക് ഇടാം. ഏത് റൂമിന്റെ മുമ്പിൽ വേണേലും ഇടാം. വെള്ളം കിച്ചണിലിടാം. അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ വെള്ളം ഒഴിച്ച് കാണിക്കുന്നില്ല. ഇത് നമുക്ക് പുള്ളിക്കാരിക്ക് കൊടുക്കാനുള്ളതല്ലേ, പാക്ക് ചെയ്യാനുള്ളതല്ലേ. അതുകൊണ്ട് അപ്പൊ കളർഫുൾ ആയിട്ടുള്ള നല്ല കളർ സെലക്ട് ചെയ്ത് എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. 4 ഇങ്ങനത്തെ മൈക്രോ ഫൈബറിന്റെ പുള്ളിക്കാരി പറഞ്ഞു. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് 1 ബ്ലൂ, എന്റെ ഇഷ്ടത്തിനാട്ടോ സെലക്ട് ചെയ്ത്. പിന്നെ ഇതാ ഒരു വയലറ്റ്, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ കേട്ടോ. ഇതാ ഒരു പച്ച, നല്ല രസമില്ലേ. പിന്നെ ഇതാ ഒരു മട്ടിന്റെ കളർ, അടിപൊളിയല്ലേ. എന്ത് രസമാന്ന് നോക്കിയേ. ഫുള്ള് നനഞ്ഞാലും ആ വെള്ളം എല്ലാം അബ്സോർവ് ആകും. എന്നാൽ അടിയിൽ ഇങ്ങനത്തെ റബ്ബറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിന് നല്ല ഗ്രിപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, തുണി നനഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുമ്പോൾ അങ്ങനെ ഒഴുകി പോകത്തില്ല. ഈ ലെയർ മുഴുവൻ നനഞ്ഞ് അബ്സോർവ് ചെയ്ത് പിന്നെ അത് ഡ്രൈ ആയി പോകും. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടിപൊളിയാണ് കേട്ടോ. അപ്പൊ അതങ്ങനെ മൈക്രോ ഫൈബർ എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും മേടിക്കുന്നുണ്ട്. വലിയ റേറ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് മേടിച്ചോളൂ. ഭയങ്കര ട്രെൻഡിങ് സാധനം മൈക്രോ ഫൈബർ. അപ്പൊ അങ്ങനെ മേടിച്ചോളൂ കേട്ടോ. പിന്നെ പുള്ളിക്കാരി ഔട്ട്ഡോറിലേക്ക് 4 ചവിട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് കാണിച്ചു തരാം. ഇത് കണ്ടോ കൂട്ടുകാരെ, ടയറാണിത്. ടയറിന്റെ മെറ്റീരിയൽ കേട്ടോ. എന്നിട്ട് സൈഡ് നല്ല ഹാർഡായിട്ട് അതിന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ പോകത്തില്ല. ഞാനൊരു 5 വർഷമായി ചവിട്ടികളൊക്കെ ഈ വരാന്തയുടെ മുറ്റത്തോടെയൊക്കെ എന്റെ കിടക്കുന്ന കേട്ടോ, ഒരു കുഴപ്പം വന്നിട്ടില്ല. അത് അങ്ങനെയാണ്. ചില സമയത്ത് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകും, ചില സമയത്ത് ഔട്ട്ഡോർ ചവിട്ടികൾ ഞാൻ കൊണ്ടുപോയിട്ട് അരച്ചിട്ട് കഴുകും. ഒരു കുഴപ്പം വന്നിട്ടില്ല. ഉള്ള വെയിലത്തൊക്കെ ഇട്ട് ഉണക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അങ്ങനെ കാരണം ഇത് ചുമ്മാ ഇങ്ങനെ തുന്നി പിടിപ്പിച്ചേക്കുമല്ല, അതിലേ മേക്ക് ചെയ്തേക്കുക. അങ്ങനെയേ ഇങ്ങനെ എന്താ പറയാ മേക്ക് ചെയ്തേക്കുക. ഇങ്ങനെ പറഞ്ഞു പോരത്തില്ല. അതുകൊണ്ട് അതിൽ തന്നെ ഡിസൈൻ ചെയ്ത് മേക്ക് ചെയ്തേക്കുക. അതാണ് ഇതിന്റെ പ്രത്യേകത. സൈഡ് അപ്പൊ അടിപൊളിയാണ്. പിന്നെ ഒരു ചുമപ്പും സെലക്ട് ചെയ്തു, 2 ചുമപ്പും 2 എണ്ണം അതും ഞാൻ സെലക്ട് ചെയ്തു. 4 എണ്ണമാണ് ചോദിച്ചേക്കണേ. കണ്ടോ, ടയറിന്റെ മെറ്റീരിയൽ ആണ് അരിയേക്കൂടെ കൊടുത്തേക്കണേ. പിന്നെ ഇങ്ങനെ അണ്ണീവനായിട്ട് പുറകെ കൊടുത്തേക്കണോണ്ട് നല്ല ഗ്രിപ്പും ഉണ്ട് കേട്ടോ. ഞാൻ ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രൊഡക്റ്റും നമ്മൾ സെയിൽ ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്ത് ഓക്കെ ആണെന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്ത് 6 മാസം, 1 വർഷം, 1.5 വർഷം ഒക്കെ യൂസ് ചെയ്ത് ഓക്കെ ആണെന്ന് കാണുന്ന പ്രൊഡക്റ്റുകൾ മാത്രം നമ്മൾ സെയിലിനിട്ടേക്കണം കേട്ടോ. റാൻഡം ആയിട്ട് നമ്മൾ ഒന്നും പെറുക്കിയിടുന്നില്ല. കാരണം എല്ലാം നമ്മൾ യൂസ് ചെയ്ത് എല്ലാം സേഫ് ആണ്. ഇപ്പൊ നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ അത് കേടുപാട് പറ്റി പോകരുത്. ചില സാധനങ്ങൾ നമ്മൾ മേടിച്ച് തുറക്കുമ്പോൾ തന്നെ പോയിട്ടുണ്ടാവും അല്ലെ, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ സെയിലിന് ഇട്ടിട്ടില്ല. അടിപൊളി എന്നാൽ റെയർ ആയിട്ടുള്ള സംഭവങ്ങള് ചവിട്ടിയൊക്കെ എല്ലായിടത്തും കിട്ടും. പക്ഷെ ഇത്രയും ക്വാളിറ്റിയുള്ള ഭംഗിയുള്ള ലാസ്റ്റ് ചെയ്യുന്ന സാധനം കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ ഞാൻ എടുത്തിട്ടേക്കുന്നത് കേട്ടോ. അതങ്ങനെ. പിന്നെ പുള്ളിക്കാരി ടിഷ്യൂ ബോക്സ് ചോദിച്ചിട്ടുണ്ട്, അതും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് പുള്ളിക്കാരി ചോദിച്ചത്. അപ്പൊ ഇത്രയും സംഗതിയാണ് പുള്ളിക്കാരി ചോദിച്ചത്. പിന്നെ പുള്ളിക്കാരിക്ക് ഒരു സമ്മാനമായിട്ട് എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ കോഫി ക്യൂബ്സിന്റെ 1 കിലോയുടെ ഒരു പാക്കറ്റും പിന്നെ വടകുണ്ടല്ലോ, വയനാടൻ വടക്, അതും ഞാനൊരു പാക്കറ്റും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പം പിന്നെ പുള്ളിക്കാരിന്റെ അമ്മയുടെ അടുത്തൊക്കെ കണ്ട ഇത് അയക്കുന്നത്. അപ്പൊ അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം. ചുക്ക് കോഫി ഭയങ്കര ഇഷ്ടമാവും. ഔഷധ കോപ്പിയാണ്, ചുക്ക് കോഫി അല്ല, ഇത് ഔഷധ കാപ്പിയാണ്. ഇതിൽ 8 തരം ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ടുണ്ട്. പനയുടെ ശർക്കരയിലാണ് ഇത് റെഡിയാക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അടിപൊളിയാണ്. ഇതിൽ ഇല്ലാത്തൊന്നുമില്ല. തിപ്പലി, ചുക്ക്, കുരുമുളക്, ജീരകം, കരിഞ്ജീരകം, അങ്ങനെ എല്ലാം ചേർത്തേക്കുന്നതാണ്. പ്രഗ്നന്റ് ലേഡീസ് മാത്രം ഉപയോഗിക്കേണ്ട, ബാക്കി എല്ലാവർക്കും ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയാണ്. അതേപോലെയുള്ള ഔഷധ കോപ്പി നമ്മുടെ അടുത്ത് ഒത്തിരി പേര് മേടിക്കുന്നുണ്ട്. അടിപൊളിയാണ്. ഒത്തിരി ഇത് പനി ജലദോഷം ഉള്ളപ്പോൾ കഴിക്കുന്ന അല്ല കേട്ടോ. അപ്പളും കഴിക്കാം, അല്ലാത്തപ്പോഴും കഴിക്കാം. അങ്ങനെ ഡെയിലി ഒരു ഗ്ലാസ് ഒക്കെ കുടിച്ചാൽ മതി. അടിപൊളിയാണ്. പഞ്ചസാര ഒന്നും ചേർക്കണ്ട. ഇത് ഒരു 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ക്യൂബ് എടുത്തിട്ടാൽ മതി. വെള്ളം എടുക്കുക, 1 ക്യൂബ് എടുത്തിടുക, അടുപ്പത്ത് വെക്കുക. ക്യൂബ് അതിൽ അലുക്കും. തിളച്ച് കഴിയുമ്പോൾ അതിന്റെ മുകളിൽ ഇങ്ങനെ പൊടിയൊക്കെ ഉണ്ടാവും. അതൊന്നും ഊറ്റിക്കളയണ്ട. അത് പിന്നെ എന്താ കുരുമുളക്, പിന്നെ ഏലക്കായ, ജീരകം, അതിന്റെ ഒക്കെ പൊടിയാണ്. അതൊക്കെ പൊടി ചേർത്തേക്കുന്നുണ്ട്. അതൊന്നും ഊറ്റിക്കളയണ്ട. അതേപടി തന്നെ ഗ്ലാസ്സിലേക്ക് എടുക്കുക, ചെറു ചൂടോടെ കുടിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് പിന്നെ വടക് എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയായിരിക്കും. വയനാടൻ വടക് എന്നൊക്കെ പറയണേ, നമ്മളിങ്ങനെ പപ്പടമൊക്കെ കാച്ചില്ലേ, അതുപോലെ ഒത്തിരി എണ്ണയൊന്നും വേണ്ട. ജസ്റ്റ് എണ്ണ ഇട്ടിട്ട് ഇത് ഓൾറെഡി പിന്നെ നന്നായിട്ട് ഉണങ്ങി ഫ്രൈ ആയി വെന്ത പോലെ അങ്ങനെ ഇരിക്കുന്ന സാധനം ഇത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല രസമാണ്. ചോറിന്റെ കൂടെയും കഞ്ഞീന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പൊ അടിപൊളിയാണ്. ഇതും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്റെ ഒരു സന്തോഷത്തിന്. അപ്പൊ ഇത്രയും സാധനം നമുക്കിനി പാക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പാക്കിങ്. അപ്പൊ ഞാൻ അശ്വ കൊച്ചിനെ കൂടി വിളിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് അവനെയും കൂടി വിളിക്കാൻ നിർത്തും. അവൻ ഇവിടെ ഉള്ളപ്പോൾ അവൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ അത് പിന്നെ പാക്കിങ് ഇറ്റ് സാധനങ്ങളെല്ലാം അവനെ ഏൽപ്പിക്കാം. പിന്നെ എനിക്ക് കുറേ അല്ലാതെ നമ്മുടെ പാക്കിംഗ് റൂമിൽ പാക്ക് ചെയ്യാനുണ്ട്. ബ്യൂട്ടി ഓയിലുകളും കുറെ ബോഡി മോയ്സ്ചറും ലിപ്സ്റ്റിക്, ലിപ്പാം ഒക്കെ വന്നിട്ടുണ്ട്. ലിപ്സ്റ്റിക് അല്ല, ലിപ്പാം, കളർ ലിപ്പാം ഉണ്ട് നമ്മുടെ അടുത്ത്. പിങ്ക്, അതൊക്കെ നാച്ചുറലാണ്. വിവാക്സിന്റെ ആണ്. ചുണ്ടൊക്കെ അടിപൊളിയായിട്ടിരിക്കണമെങ്കിൽ ലിപ്പാം ഒക്കെ എന്തായാലും യൂസ് ചെയ്യണം. അതുപോലെ ബോഡി മോയ്സ്ചറൊക്കെ തേച്ചാൽ നമ്മുടെ സ്കിന്നും ഇങ്ങനെ ചുളിയാതെ അത്യാവശ്യം ഏത് ഏജിലും നമുക്ക് പിടിച്ചേക്കാം. അപ്പൊ നമുക്ക് വലിയ പാക്കറ്റ് ഓൾറെഡി ഒരു വലിയ ചാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിന് അവിടെ ചെന്നിട്ട് നമുക്ക് തുറന്ന് നന്നായിട്ട് ഒട്ടിച്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇന്ന് പിന്നെ ചെടികൾ കുറവായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് കുറഞ്ഞു. പാക്കിങ് കുറച്ചും കൂടി ഈസി ആയിരുന്നു. ബാക്കിയുള്ള പ്രൊഡക്റ്റുകളാണ് അധികവും ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു അധികം പാക്ക് ചെയ്യാനുള്ളത്. എന്നാലും കുറെ സമയം എടുത്തു കേട്ടോ. എല്ലാം കുറെ എണ്ണം ആശം പാക്ക് ചെയ്തു തന്നു. ബാക്കിയുള്ളതെല്ലാം ഞാനും കൂടി പാക്ക് ചെയ്തു. അങ്ങനെ എന്തായാലും സമയം എടുക്കൂട്ടോ. ഓരോന്ന് ചെക്ക് ചെയ്ത് പിന്നെ അത് എടുത്തു വെച്ച് പ്ലാസ്റ്റർ ഒട്ടിച്ച് പിന്നെ അതിന്റെ മുകളിൽ നമ്മുടെ അഡ്രസ്സ് നന്നായിട്ട് വെള്ള പ്ലാസ്റ്റർ ഒട്ടിച്ച് അങ്ങനെ സമയം എടുക്കും കേട്ടോ. അങ്ങനെയാണ്. ഏതായാലും നമ്മുടെ 600 ഓർഡറിൽ ഒരു 60-70 എനിക്ക് ഇന്ന് പാക്ക് ചെയ്ത് വിടാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ മുന്നോട്ട് വിടും. പിന്നെ 600 ഓർഡർ അല്ല കേട്ടോ, 1 ഡേ കൊണ്ട് 600 ഓർഡർ വന്നാൽ പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം മുന്നോട്ട് നമുക്ക് റെഡിയാക്കണം. അപ്പൊ എനിവേ ഞാനിത് പെട്ടെന്ന് പാക്ക് ചെയ്തു. ഇനിയിപ്പോ ഇത് നേരെ ബെനിച്ചന്റെ അടുത്ത് ഓട്ടോയിൽ കൊടുത്തു വിടും. നമ്മൾ പോകുന്നില്ല, നമ്മൾ നേരെ ഷോപ്പിങ്ങിന് പോവാണ്. നമുക്ക് റോ മെറ്റീരിയൽസ് എല്ലാം മേടിക്കാനുണ്ട് നമ്മുടെ അടുത്ത പ്രോഡക്റ്റുകൾക്കുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി പോകാം.
അപ്പൊ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ വന്നു. എനിക്ക് അന്നേരം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ചായ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളവിടെ ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയൊരു കഫറ്റേരിയ പോലെയുള്ള ഒരു സ്ഥലത്ത് കയറി കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. കോഫി ഷോപ്പ് നല്ല രസം. മഞ്ഞ കളർ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം കൊണ്ടുവരും. അപ്പൊ അവിടുത്തെ ചെയറൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല, ഇവിടെ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ അടുത്തും കണ്ടു തുടങ്ങിയതാണ് കേട്ടോ. അങ്ങനെ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചത് കുഞ്ഞു പിള്ളേർക്ക് ഇരുന്ന് ആടാനുള്ളതാണോ? അല്ല, എല്ലാവർക്കും ഇരിക്കാമെന്ന് പറഞ്ഞു. അവിടുത്തെ ഒരു എന്താ പറയാ സ്പെഷ്യാലിറ്റി തന്നെയാണ് അത്. അപ്പൊ നമുക്ക് ഇരിക്കാം. അപ്പൊ അവിടെ ഇരുന്ന് കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി ഫുഡൊക്കെ ആവണ വരെ നമ്മൾ ബർഗറാണ് ഓർഡർ കൊടുത്തത്. അപ്പൊ ഇച്ചിരി ടൈം എടുക്കുമല്ലോ. നല്ല ഭംഗിയിട്ട് നല്ല ഒരു ശാന്തത. കൂടെ പാട്ട് വിട്ടിട്ടുണ്ട്, കോപ്പിറൈറ്റ് വരുന്നുണ്ട്. ഞാൻ ആ പാട്ട് റിമൂവ് ചെയ്തതാ. നല്ല രസം അതൊക്കെ കേട്ടിരിക്കാൻ. അങ്ങനെ അപ്പൊ അവിടുന്ന് ബർഗറൊക്കെ കഴിച്ചു. ഞാൻ എന്നത്തെ പോലെ ചായ പറഞ്ഞു. ഞാൻ ചായ അഡിക്റ്റ് ആണ്. അശ്വിൻ കൊച്ച് ഹോട്ട് ചോക്ലേറ്റിന്റെ അത് പറഞ്ഞു. അങ്ങനെ നമ്മൾ ബർഗർ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോ ഒക്കെ അവിടെ കയറണമെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് പിന്നെ നമ്മൾ നേരെ പൂക്കടയിൽ ചെന്നു. ഓൾറെഡി വിളിച്ച് പറഞ്ഞു വെച്ചേക്കുന്നതാണ്. അപ്പം എനിക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള അവര് സെലക്ട് ചെയ്ത് തിരഞ്ഞ് അങ്ങനെ കേടുള്ളതും കമ്പൊടിഞ്ഞതും ഒക്കെ മാറ്റി എതള് പോയതും ഒക്കെ മാറ്റി നല്ലത് മാത്രം എനിക്ക് എടുത്തു തരും. അങ്ങനെയാണ് അവിടെ നിന്ന് പുള്ളിക്കാരനോട് കുറച്ചേരം വർത്താനമൊക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ഓരോ പൂവിനെ കുറിച്ചും കായിനെ കുറിച്ചും അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെയായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇപ്പോഴും പൂ മേടിക്കാം. അങ്ങനെ ചില കളർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് ഒറിജിനൽ ആണോ അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കണേ. കണ്ട ഇത് കണ്ട പേപ്പർ കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കണേന്ന് തോന്നുന്നു കേട്ടോ. കൈ കൊണ്ട് തൊട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഇത് ഒറിജിനൽ ആണ്. അത്രയും എന്താ ഡിഫറെന്റ് ആയിട്ടുള്ള കളറുകൾ, ശരിക്കും പേപ്പർ റോസാപ്പൂക്കളാന്ന് വരെ തോന്നുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി റോസാപ്പൂക്കൾ നമ്മൾ ചേർക്കുന്നുണ്ട്. അതൊക്കെയാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. അങ്ങനെ നല്ലതായിട്ട് തരുന്നതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും എനിക്ക് ഓർഡർ തരുന്നത്. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എനിക്ക് ഒത്തിരി കച്ചവടം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിലും കോംപ്രമൈസ് ചെയ്യില്ല. ക്ലാസ് സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നതും തരുന്നതും. അതിൽ നിന്ന് കൊണ്ട് അവരെല്ലാ പ്രാവശ്യം എനിക്ക് തെരഞ്ഞു തരും. അല്ലെങ്കിൽ ഞാനവിടെ തെരയിപ്പിക്കും കേട്ടോ, വേറെ ആരും. അങ്ങനെ നല്ലത് മാത്രം എടുപ്പിച്ചിട്ട് അങ്ങനെയാണ് പുഴുക്കുത്തൊക്കെ ഇടമൊക്കെ ഉള്ളതൊക്കെ മാറ്റി നല്ലത് മാത്രം നോക്കിയെടുത്ത് തരും. അങ്ങനെ നോക്കിയപ്പം അവിടെ കുറേ പൂക്കളോട്ടോ. നല്ല രസമുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് കുറെ. ഇത് കണ്ടോ, ഇതൊന്നും ഞാൻ യൂഷ്വലി കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ പിന്നെ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ചെണ്ട് പോലെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. നല്ല രസം, എന്തൊരു ഭംഗിയാലേ. അതെ, പ്രകൃതി ദൈവമൊക്കെ എന്ത് ഭംഗിയായിട്ട് പൂക്കളെയൊക്കെ സൃഷ്ടിച്ചേക്കുന്നതുണ്ടോ. അങ്ങനെ നോക്കിയപ്പോ ഒരു ഓറഞ്ച് കളർ കണ്ടു കേട്ടോ, റോസാപ്പൂ. അയ്യോ, ഇത് ഞാൻ എടുത്തില്ലല്ലോ. നല്ല രസമല്ലേ അത് കാണാനും. ഭയങ്കരമായിട്ട് നമ്മുടെ കണ്ണിനങ്ങ് കുളിർമ തരുന്നു ഓറഞ്ച് കളർ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഓറഞ്ച് കളർ. മഞ്ഞ ഓറഞ്ച് ഒക്കെ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം കൊണ്ടുവരും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അതും കൂടി വേണമെന്ന്. അങ്ങനെ അതും കൂടി എടുത്തു. നല്ല രസമല്ലേ ഓറഞ്ച് കളറൊക്കെ കാണാൻ. അങ്ങനെ പലതരത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ എന്ത് രസമല്ലേ. അങ്ങനെ ഭയങ്കര ത്രില്ല നമുക്ക് പൂ മേടിക്കാൻ പോകുന്നതൊക്കെ കേട്ടോ. അങ്ങനെ എല്ലാം നമുക്ക് പേ ചെയ്ത് പാക്ക് ചെയ്ത് റെഡിയാക്കി തന്നു. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പിന്നെയും കുറെ ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് വിശന്നു. അപ്പൊ നമ്മള് ബത്തേരിക്ക് പോകുന്ന വഴി നല്ലൊരു എന്താ പറയാ നല്ലോണം എന്ന് പറയുന്ന ഒരു കുഞ്ഞ് റെസ്റ്റോറന്റ്, വീട്ടിൽ ഊണാണേ. അവിടെ പാവപ്പെട്ടവര് പണക്കാരൊന്നൊന്നുമില്ല, എല്ലാവരും കയറി കഴിക്കും. അത്രയും റിച്ച് പീപ്പിൾ ഒക്കെ അവിടെ കയറി കഴിക്കുന്നതാണ് കേട്ടോ. വലിയ BMW വരെ അതിന്റെ മുറ്റത്ത് കിടക്കുന്നതാണ് അവ. അങ്ങനെയാണ്. അടിപൊളി ടേസ്റ്റ് ഉള്ള ഫുഡാണ് കേട്ടോ. ഇതിന് പ്രൊമോഷൻ ഒന്നുമല്ല, അവരറിയുന്ന പോലില്ല. എനിക്ക് അത്രയും നല്ല ഫുഡ് തരുന്നതുകൊണ്ട് നമ്മളിപ്പോ അവിടെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് അവരെപ്പോഴും നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാന്നോർത്തു. ആ ഭാഗത്തോടെയൊക്കെ പോകുമ്പോൾ ബത്തേരിക്ക് പോകുന്ന വഴിയാണ്. മീനങ്ങാടിക്ക് എത്തണ്ട, അതിനു മുമ്പ് കാര്യമ്പാടി കഴിയണം. മീനങ്ങാടിക്ക് എത്തും വേണ്ട, അതിനു മുമ്പാണ് ഈ നല്ലോണം എന്ന് പറയുന്ന റെസ്റ്റോറന്റ്. ഒരു കുഞ്ഞു ഷോപ്പാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. ഫുഡും നല്ല വൃത്തിയുണ്ട്. പിന്നെ അവിടെയുള്ള ഒരു പെരുമാറ്റവും നല്ലതാണ്. പിന്നെ നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നെ ആവോളം തരും. അതാണ് ചെറിയ നിസാര വിലക്ക് ഇത്രയും ഫുഡ് ഇവർക്ക് എങ്ങനെ മുതലാവുമെന്ന് ഞാൻ ഓർക്കൂട്ടോ എപ്പോഴും. അതിന്റെ കൂടെ പായസമുണ്ട്, ബിരിയാണീന്റെ കൂടെ മുട്ടയുണ്ട്. ചിക്കൻ ബിരിയാണി മേടിച്ചാലും അങ്ങനെ വയറ് നിറച്ച് കുത്തിരി ചോറ് തരുകയും ചെയ്യും. അങ്ങനെയാണ്. വീണ്ടും അവര് ചോദിച്ച് നമുക്ക് എന്താന്ന് വെച്ചാൽ തരും. നല്ല പെരുമാറ്റമാണ് കേട്ടോ അവിടെയുള്ള ചേച്ചിമാരുടെ. അങ്ങനെയൊക്കെയാണ്. ചേച്ചിമാരെന്നായിരിക്കത്തില്ല, എന്റെ ഏജ് തന്നെയായിരിക്കും. അങ്ങനെ പിന്നെ അവിടുന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മൾ പിന്നെ അങ്ങനെ നമ്മൾ ബത്തേരിയൊക്കെ പോയി കോക്കനട്ടൊക്കെ കളക്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു പോക്കറ്റ് വഴി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഒരു സൈഡാണ്. അപ്പൊ കുറെ പേര് എന്നോട് ചോദിച്ചിരുന്നു, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു, ചേച്ചിന്റെ വീടും പരിസരം നല്ല രസമാണ് കാണിക്കണേ ചേച്ചി, വീഡിയോയിലൊക്കെ കാണിക്കണേന്ന്. ഭയങ്കര ഭംഗിയാണ് കൂട്ടുകാരെ ഞങ്ങളുടെ നാട്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോകുന്നു പറയുമ്പം. അപ്പൊ അത്ര ശാന്തസുന്ദരമാണ്. നമ്മള് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇവിടെ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇത് സ്വിറ്റ്സർലൻഡ് ആണോ, ഇത് കൊറിയ ആണോ, ഇത് ജപ്പാനാണോ, അങ്ങനെ തോന്നും.
അത്ര മനോഹരമായ പാടവും അങ്ങനെ എന്താ പറയാ കവുങ്ങും തെങ്ങും കാപ്പിയും ഫലവൃക്ഷങ്ങൾ നിറച്ച് അങ്ങനെ നല്ല മനുഷ്യരും ഒക്കെ ആയിട്ട് അതിസുന്ദരമാണ് ഞങ്ങളുടെ നാട് കേട്ടോ. ഭയങ്കര ശാന്തസുന്ദരമായ സ്ഥലമാണ്. വന്യമൃഗങ്ങളുടെ ശല്യമൊന്നുമില്ല. അങ്ങനെ നല്ല ഒരു ഏരിയ ആണ്, അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ അങ്ങേരികിൽ ഒരു പുഴയും പാലവും ഒക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായാൽ ഇവിടെ വെള്ളം കയറും, എന്നാലും അപകടമൊന്നുമില്ല കേട്ടോ. എല്ലാവരും സുരക്ഷിതത്വമുള്ള സ്ഥലം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നല്ല എന്ത് രസമാണ് നിങ്ങൾ നോക്കിക്കേ. ഇത് ഓരോ വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ പിന്നെ കൈ വെച്ചേക്കുന്നത്. അപ്പോൾ കുട എടുത്തില്ല വണ്ടിയിൽ. അപ്പം നല്ല രസമാണ്. ഈവൻ ഈ നാട്ടിൽ ഇത്രയും വർഷങ്ങളായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കിത് കാണുമ്പോൾ എപ്പോഴും വണ്ടി നിർത്തി നോക്കി നിൽക്കാൻ തോന്നും കുറെ നേരം. ഒരുമാതിരി കലണ്ടറിലൊക്കെ കാണുന്ന പോലെ ഭംഗിയല്ലേ, സിനിമയിലും ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ അത്ര സുന്ദരമായ പിന്നെ നാടാണ് ഞങ്ങളുടെ. ഇതിങ്ങനെ ഒരേ കാലഘട്ടത്തും ഈ നെല്ല് പിന്നെ കൊയ്യാനാവുമ്പം പിന്നെ കൊയ്ത്ത് കാലം പിന്നെ ഞാറ് നടുമ്പോ ഒക്കെ കാണാൻ ഭംഗി. അതാണ് അതിന്റെ രസം. എന്ത് രസമാണെന്നറിയോ, വൈകുന്നേരങ്ങളൊക്കെ ഇതിൽ നടക്കാന് വരാന് കാണാനും ഒക്കെ രസമാണ്. ഈ റോഡ് പോകുന്നതിന്റെ അങ്ങ് എൻഡിൽ ഒരു ചെറിയ ടൗൺ ഉണ്ട്, അവിടെയാണ് നമ്മുടെ വീട് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിലേക്കുള്ള എളുപ്പ വഴിയാണിത്, വലിയ ടൗണിൽ നിന്ന് ഉള്ള പോലെ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ നാഷണൽ ഹൈവേ കൂടെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ പറ്റും, അങ്ങനെ പോരാം. അങ്ങനെയൊക്കെയാണ്, നല്ല രസമാണ്. അപ്പൊ ഞാൻ ഓർത്ത് നിങ്ങളെയും കൂടി കാണിച്ചു തരാം ഞങ്ങളുടെ സുന്ദരമായ നാടിന്. അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വാട്സപ്പ് നമ്പർ കിടപ്പുണ്ടല്ലോ, അങ്ങോട്ടേക്ക് വരൂ, എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയൂ. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ നോക്കി കണ്ടും കേട്ട് പോകും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്. ഹെൽത്ത്, ബ്യൂട്ടി, ബാഗ്, കിച്ചൺ, അങ്ങനെ വീട്ടിലേക്കുള്ള ചവിട്ടികൾ, അങ്ങനെയൊക്കെ നല്ല നല്ല ഐറ്റംസ് ആണ് നമ്മൾ you.